വിഷയം സ്വതന്ത്ര ചിന്ത കേരളത്തിന് അന്യമോ എന്ന വിഷയമാണ്. അത് ഇവിടെ അവതരിപ്പിക്കുന്നത് ഡോക്ടർ ടി ശ്രീഷ് കുമാർ, ഡോക്ടർ ശ്രീ ജെ ജോർജ് എന്നിവർക്ക് ഈ കമ്മിറ്റിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നന്ദി പറയാൻ വേണ്ടി ഇവിടെ UK അഷ്റഫ് മാസ്റ്ററുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമയം 5:11. 40 മിനിറ്റ് കൊണ്ട് നമ്മളുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാവധി നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. സ്വാഗത ഭാഷണം നടത്തിയ ശ്രീ രവീന്ദ്രൻ മരത്തപ്പള്ളി, സദസ്, ശ്രീകുമാർ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഒരു വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഇവിടെ നമ്മുടെ ഒരു ചർച്ചയ്ക്കെടുക്കുന്ന ഒരു സംഭാഷണത്തിന് എടുക്കുന്നത്. സ്വതന്ത്ര ചിന്ത കേരളത്തിന് അന്യമോ എന്നാണ് ഇതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. സ്വതന്ത്ര ചിന്ത കേരളത്തിൽ മലയാളത്തിൽ സാധ്യമോ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു നമ്മൾ ആലോചിച്ചത്. രണ്ടായാലും പരസ്പരം ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ. സ്വതന്ത്ര ചിന്ത, ഞാൻ ഒരു ചെറിയൊരു മുഖവുര പറഞ്ഞ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ടി ശ്രീകുമാർ സാറിലേക്ക് വരാം. ഒരു താത്വികമായി ആലോചിച്ചാൽ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒരു സംഗതി സാധ്യമല്ല. അത് മലയാളത്തിൽ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, ഒരു ഭാഷയിലും സാധ്യമല്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഭാഷ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഭാഷയല്ല. അത് എത്രയോ കാലങ്ങളിലൂടെ കടന്നു വന്ന് പല പാരമ്പര്യങ്ങൾ കൂടി പല വിജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പല ട്രഡീഷൻസ് ഒക്കെ ഉൾക്കൊണ്ട് വികസിച്ച ഒരു പ്രതിഭാസമാണ് ഭാഷ. അതിനെ ആശ്രയിച്ചിട്ടേ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായിട്ടും അതിൻ്റെ തടവറയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആ അർത്ഥത്തിൽ നമ്മൾ അങ്ങനെ കേവലമായൊരു സ്വതന്ത്രതയൊന്നും സാധ്യമല്ല. പക്ഷേ നമ്മൾ സ്വതന്ത്ര ചിന്ത എന്നൊരു വാക്ക് നിരന്തരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്വതന്ത്ര ബുദ്ധിജീവി, സ്വതന്ത്ര ദൈക്ഷണികത, ഫ്രീ ഇൻ്റലക്ച്വൽസ് തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നതാണ്. ഇവയൊക്കെ പരസ്പരം പൂരകവും പലപ്പോഴും പര്യായങ്ങൾ എന്നതുപോലെ ഉപയോഗിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സവിശേഷമായൊരു മണ്ഡലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്കുണ്ടാകുന്നത്. ആ വാക്ക് ശൂന്യതയിൽ നിന്ന് വരില്ല. എത്രയോ കാലങ്ങളായിട്ട് ആളുകൾ ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, ഭാവന ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു വാക്കുകൊണ്ട് കുറിക്കേണ്ട ഒരു മണ്ഡലമുണ്ട് എന്ന് തിരിച്ചറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആലോചിച്ചാൽ സ്വതന്ത്ര ചിന്ത ഒരു കേരളത്തിലെ മനുഷ്യന്മാരുടെ പാരമ്പര്യത്തിൽ, മലയാളത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ആലോചിക്കുകയും, ഇന്നിപ്പം കാര്യങ്ങളൊക്കെ മാറി. ഇന്ന് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, ഇൻ്റലക്ച്വൽസിൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൻ്റെ ആ കാര്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിരിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സംഗതികളാകെ മാറിയിട്ടുണ്ട്. ഈ മാറിയ സാഹചര്യത്തിൽ ഇൻ്റലക്ച്വൽസിന് പ്രത്യേകിച്ച് റോൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആലോചിക്കാവുന്നതാണ്. ഈ ഇടക്കാലത്ത് പല ആലോചനകളും ഈ മേഖലയിൽ പല ഭാഷകളിലായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. സ്വതന്ത്ര ചിന്തകന്മാരെന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ നിർണ്ണയിക്കാനോ അതിനിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു 2 ധാരകളുള്ളത് എനിക്ക് തോന്നുന്നു എത്തീസ്റ്റുകളെയൊക്കെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്വതന്ത്ര ചിന്ത എന്നുള്ളത്. ഇംഗർസോളിൻ്റെ ഒരു പുസ്തകമൊക്കെ മലയാളത്തിൽ പണ്ട് വിവർത്തനം ചെയ്തുവെന്നൊക്കെ ഞാൻ ഓർക്കുന്നു. അതിലൊക്കെ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തീസ്റ്റ് എന്നുള്ള അർത്ഥത്തിലും കൂടിയാണ് ഉപയോഗിക്കുക. അവരുടെ ആലോചനാ രീതിയാണ് ഒരു ആൻറ്റി റിലിജിയൻ എന്നൊക്കെ പറയാവുന്നതിൽ മതരഹിതമായ ആലോചനകളുടെ യുക്തിവാദത്തിൻ്റെ ഒക്കെ ഒരു മേഖലയെ പരാമർശിക്കുന്നതാണ്. അതല്ലാതെ ഇപ്പം മലയാളത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് M. ഗോവിന്ദനെയും CJ തോമസിനെയും കേസരിയെയും ഒക്കെ കുറിക്കുന്ന സമയത്താണ് പലപ്പോഴും ആ വാക്ക് വരാറുള്ളത്. സുകുമാർ അഴീക്കോടിനെ കുറിക്കുമ്പോൾ പോലും ആ വാക്ക് സാധാരണ ഉപയോഗിക്കാറില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് സുകുമാർ അഴീക്കോടിനെ പണ്ഡിതനെന്നോ സാംസ്കാരിക നായകനെന്നോ വിശേഷിപ്പിക്കുന്നു, മറുഭാഗത്ത് ഗോവിന്ദനെ, കേസരിയെ ഒക്കെ കുറിക്കുന്ന സമയത്ത് ചിന്തകനെന്ന് തന്നെ ഉപയോഗിക്കുന്നു. അവർ ചിന്തിക്കുകയും അഴീക്കോടൊക്കെ ചിന്തിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ കമ്പയർ ചെയ്ത് ആലോചിച്ചു നോക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ചരിത്രത്തിലേക്കൊക്കെ ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ ചിന്ത എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഉണ്ടോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു ചരിത്രാന്വേഷണവും അതേപോലെ സമകാലത്തെ ഇതിൻ്റെ ഒരു പ്രസക്തിയും ഇത് സാധ്യമാക്കാത്ത രീതിയിലുള്ള അനവധിയായ കുടുക്കുകളുമൊക്കെ ആലോചിക്കാവുന്നതാണ്. അത്തരം ആലോചനകളിലൊക്കെ നയിക്കാൻ പറ്റുന്ന ഒരു പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരാളെയാണ് നമുക്ക് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കാൻ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ടി ശ്രീകുമാർ ദൈക്ഷണികമായ നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ മേഖലയിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷവും ഇവിടെ വന്ന് സംസാരിക്കുകയുണ്ടായി. ആ സമയത്ത് മാർക്സിൻ്റെ കൃതികളെ മുൻനിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രചന, ആ പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട് കൂടിയായിരുന്നു ആ ചർച്ച നടന്നിരുന്നത്. മാർക്സിയൻ ചിന്തയെ സംബന്ധിച്ചും അതിനൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കേരളീയമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാർക്സിയൻ ചിന്തയെയും പലപ്പോഴും അത് അംബേദ്കറിലേക്കും ഗാന്ധിയിലേക്കും ഇന്ത്യൻ ചിന്താലോകത്തേക്കും ഒക്കെ ഇന്ത്യയിലെ ഒരു സമൃദ്ധമായ ഒരു ചിന്താലോകത്തേക്ക് തന്നെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ധാരാളം എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു യുഗത്തിൽ തന്നെയും സംഭവിക്കുന്ന പരിണതികളെ സംബന്ധിച്ചും അദ്ദേഹം പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ ചിന്താമണ്ഡലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പഠന മേഖല തന്നെയാണ്. അദ്ദേഹം ഒരേ സമയം സാഹിത്യകൃതികളെ പോലും അദ്ദേഹം വായിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിനെ ചിന്താവസ്തുക്കളായിട്ടാണ്.
ചില ഭാഷകൾ ചിന്തിക്കുക തത്വചിന്തയുടെ ഭാഷയിലായിരിക്കില്ല, ചില ഭാഷകൾ ചിന്തിക്കുക ചിലപ്പം പോയട്രിയിലും ആയിരിക്കും. ഇപ്പം നാരായണ ഗുരുവൊക്കെ പോയട്രിയിൽ കൂടി ചിന്തിച്ച ആളാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പലപ്പോഴും കവിതകൾ കൂടി ചിന്തിക്കുന്നുണ്ടാവും. അത്തരം ചിന്തകളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മനോനിലയോടുകൂടിയുള്ള ടി കൃഷ്ണകുമാർ സംസാരിക്കും. എനിക്ക് അദ്ദേഹത്തോട് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു തുടക്കം വന്ന രീതിയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, മലയാളത്തിൻ്റെ ഒരു ചിന്തയുടെ ട്രഡീഷൻ ഉണ്ടോ? ഈ മലയാള ഭാഷയെ പറ്റി തന്നെ ഞാൻ ചിലപ്പോൾ ഒരു തീവ്രവാദം എന്ന രീതിയിൽ പലപ്പോഴും ആവർത്തിക്കാറുള്ള കാര്യമാണ്. മലയാള ഭാഷ ഒരു ചിന്താവിരുദ്ധമായ പ്രതിഭാസത്തിൻ്റെ പേരാണ്. ചിന്തിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു ജനതയുടെ ഒരു ഭാഷയാണിത്. ഇവിടെ ചിന്തയായിട്ട് അവതരിപ്പിക്കുന്നത് പലപ്പോഴും, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പരാമർശിച്ച ആളുകൾ കൂടി നമ്മൾ കേൾക്കുന്ന ചിന്തകളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും അവരുടെ ചിന്തകളല്ലല്ലോ, ആരോ ചിന്തിച്ച ചിന്തകളുടെ സംഗ്രഹങ്ങളല്ലേ ഇവിടെ ചിന്തകരായി അവതരിക്കുന്ന ആളുകൾ മുഴുവൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാരായണ ഗുരുവിൽ പോലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കാണാം. കവിതയായി ആലോചിച്ച എഴുത്തച്ഛൻ ചിന്തിച്ച ചിന്ത, അതിലുണ്ട് കേട്ടോ ചിന്തകളുടെ വലിയ എലമെന്റ്സ് ഉള്ള ഒരു വലിയ ഇടപെടലായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ചിന്തിക്കുന്ന ചിന്ത അതൊരു മലയാള ചിന്തയായിട്ട് പറയാൻ പറ്റുമോ, കേരളീയ ചിന്തയായിട്ട് പറയാൻ പറ്റുമോ? ആ ചിന്തകൾ വരവല്ലേ? ആധുനിക കാലത്ത് ഇപ്പോൾ നമ്മൾ പല രീതിയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തകന്മാർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കൊണ്ടിരിക്കുന്ന ചിന്തകരെ പറ്റി തന്നെ പഠിക്കുന്ന ചിന്തകർ, അവരുൾപ്പെടെയുള്ള ചിന്തകളെയൊക്കെ അഡ്രസ്സ് ചെയ്താൽ അതൊക്കെ സംഗ്രഹിക്കുകയും പിന്നെ അതിന് എന്താ പറയുക അടിക്കുറിപ്പുകൾ എഴുതുകയും ചെയ്യുന്ന ജോലിക്ക് അപ്പുറത്ത് മൗലികമായ ചിന്ത ഈ നമ്മുടെ ഒരു മലയാളത്തിൽ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. മൗലികമായ ചിന്തയുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളൊരു കുറവല്ല. ഒരു പക്ഷേ ചില ഭാഷകൾ അത് ഏറ്റെടുക്കേണ്ടതില്ലായിരിക്കാം, അങ്ങനെയും സങ്കല്പിക്കാം. മറ്റു കാര്യങ്ങൾ കൊണ്ട് നടക്കുമല്ലോ, ജ്യേഷ്ഠൻ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ അനുജൻ അതേ പ്രവൃത്തി ചെയ്യേണ്ടതില്ലല്ലോ എന്ന് ഇരു ഭാഷകളെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് അങ്ങനെ തീരുമാനിക്കാം അല്ലെ. സ്റ്റാൻഡേർഡ് ഭാഷയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഫോക്ക് ലാംഗ്വേജിലും നടക്കണം നമ്മൾ നിർബന്ധിക്കാത്തതുപോലെ ആ രീതിയിൽ അതിൻ്റെയൊക്കെ ദൗത്യങ്ങൾ മറ്റുള്ള മേഖലകൾ ഏറ്റെടുക്കാം. ടി ശ്രീകുമാർ സാർ ചെയ്യുന്ന പണി ഞാൻ ചെയ്യേണ്ടതില്ലല്ലോ എന്ന രീതിയിൽ ഒരു പക്ഷേ ഈ ഭാഷ അതൊക്കെ മറ്റാരെയും ഏൽപ്പിച്ച് വെച്ചിരിക്കുന്നതാണോ എന്നൊക്കെ ആലോചിക്കുന്ന രീതിയിൽ കേരളീയ ചിന്തയുടെ ഒരു ചിന്താ ചരിത്രത്തിൻ്റെ ഒരു സഞ്ചാരം, അതിൻ്റെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. ശ്രീകുമാർ സാറിനെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സംഭാഷണത്തിൻ്റെ തലക്കെട്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ സ്വതന്ത്ര ചിന്ത ഒന്ന് ഞെട്ടി. കാരണം കൽപ്പറ്റ മാഷ് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നത് കേരളത്തിൽ സ്വതന്ത്ര ചിന്ത സാധ്യമോ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നാണ്. നോട്ടീസിൽ കേരളത്തിന് സ്വതന്ത്ര ചിന്ത അന്യമോ, കേരളത്തിന് അന്യമോ സ്വതന്ത്ര ചിന്ത എന്നുള്ളതാണ്. ഇത് രണ്ടും ഏകദേശം ഒന്നാണെന്ന് ജോർജ് പറയുന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കേരളത്തിൽ കമ്മ്യൂണിസം സാധ്യമോ എന്ന് ചോദിക്കുന്നതും കേരളത്തിന് കമ്മ്യൂണിസം അന്യമോ എന്ന് ചോദിക്കുന്നതും രണ്ടും രണ്ടാണല്ലോ. ഈ കേരളത്തിന് സ്വതന്ത്ര ചിന്ത സാധ്യമോ എന്ന ഒരു ചോദ്യത്തിന് നമുക്ക് സവിശേഷമായ രീതിയിൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. പക്ഷേ സ്വതന്ത്ര ചിന്ത കേരളത്തിന് അന്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനകം തന്നെ ഒരു മോറൽ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞു. അതിനകത്ത് ഒരു കാര്യകാരണ ബന്ധം വന്നു കഴിഞ്ഞു. അതായത് അന്യമാണ് എന്ന ഒരു ധാരണ, മുൻധാരണ ഉണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്ന ഒരു ജഡ്ജിയുടെ നിലവാരത്തിലേക്ക് നമ്മൾ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചെയ്യുന്നത്. പക്ഷെ ഈ വിഷയത്തിന് അത് നമ്മൾ സാധ്യമോ എന്നുള്ള രീതിയിൽ ചോദിച്ചാലും സ്വതന്ത്ര ചിന്ത അന്യമോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയത്തിൽ ഗാഢമായി ചർച്ച ചെയ്യേണ്ട ചില അടിസ്ഥാന ദാർശനിക പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് ഈ മനുഷ്യനും ചിന്തയും തമ്മിലുള്ള ബന്ധത്തിൽ ചരിത്രപരമായി വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റപ്ചർ, വിച്ഛേദം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ കാലത്ത് ആണ് ഈ മനുഷ്യൻ്റെ ചിന്തയെക്കുറിച്ച് ഉള്ള ഒരു അടിസ്ഥാനപരമായൊരു ധാരണ രൂപം കൊള്ളുന്നത്. കാന്റിനെ പോലെയുള്ള ചിന്തകര് ഇതിനെപ്പറ്റി പറഞ്ഞത് സപ്പേറ ഔദേ എന്നാണ്. ഡെയർ ടു നോ എന്നാണ് അതിൻ്റെ അർത്ഥം. സപ്പേറ ഔദേ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ഡെയർ ടു നോ എന്നാണ്. അതായത് അറിയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജ്ഞാനം സ്വീകരിക്കാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം, അതാണ് ജ്ഞാനോദയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. അതിൽ ഈ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ സത്യമാകാം, സത്യത്തിൻ്റെ തന്നെ പല വകഭേദങ്ങളാകാം, സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു നിരീക്ഷണമാകാം, അതിനോടുള്ള നമ്മുടെ പക്ഷപാതമാകാം, എന്തുമാകാം. പക്ഷെ ജ്ഞാനം എന്നത് അറിവിനെ സ്വീകരിക്കാനുള്ള ധൈര്യം, ധീരത, അതാണ് സപ്പേറ ഔദോ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കുണ്ടോ എന്ന് മനുഷ്യൻ സ്വയം ചോദിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ചരിത്രത്തിൽ മനുഷ്യനുണ്ടായി വളരെ വളരെ കാലങ്ങൾക്ക് ശേഷം മാത്രം സംഭവിച്ച ഒന്നാണ്. അതായത് ഏതാനും നൂറ്റാണ്ടുകൾ മാത്രം പഴക്കമുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ ഉണ്ടായതിനു ശേഷം
നിരവധി ലക്ഷക്കണക്കിന് സംവത്സരങ്ങൾ കഴിഞ്ഞു പോയിട്ട് ഈ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രം ഉണ്ടായ ഒരു ചോദ്യമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ചോദ്യം, സ്വതന്ത്ര ചിന്ത സാധ്യമോ അല്ലെങ്കിൽ അന്യമോ എന്നുള്ള ചോദ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്നെ. അന്ന് എന്തിൽ നിന്നാണ് ജ്ഞാനോദയത്തിന്റെ കാലത്ത് മനുഷ്യൻ സ്വാതന്ത്ര്യം നേടാൻ ശ്രമിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? യഥാർത്ഥത്തിൽ നമ്മൾ ആർക്കാണ് മനുഷ്യൻ എന്നുള്ള രീതിയിൽ മനുഷ്യൻ ആർക്കാണ് സ്വാതന്ത്ര്യം അടിയറ വെച്ചത്? ആ അടിയറ വെച്ചതിൽ നിന്ന് സ്വാതന്ത്ര്യം തിരിച്ചെടുക്കാനുള്ള ശ്രമം ജ്ഞാനോദയത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പരമപ്രധാനമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം അടിയറ വെച്ചത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച മതത്തിനോടാണ്. ജ്ഞാനോദയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം മതത്തിൽ നിന്ന് മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പം മതത്തെ, നമ്മൾ തന്നെ സൃഷ്ടിച്ച മതത്തെ നമ്മുടെ സ്വതന്ത്ര ചിന്തയ്ക്കുള്ള ഒരു തടസ്സമായി ജ്ഞാനോദയം കാണുകയും അങ്ങനെ കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് വിമുക്തി നേടുവാനുള്ള, അതിൽ നിന്ന് വിടുതി നേടുവാനുള്ള ഒരു ശ്രമമായി, ഒരു കുതറി മാറലായി ജ്ഞാനോദയത്തിൽ ഈ സപ്പേറെ ഔദേ എന്നുള്ള ഡെയർ ടു നോ എന്നുള്ള ചോദ്യം ദാർശനികർ ചോദിക്കുകയുമാണ് ചെയ്തത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് കേവലം സാന്ദർഭിക നിരപേക്ഷമായിട്ടുള്ള ഒരു ചോദ്യമല്ല. ഇതിന് ചോദിക്കുന്നതിന് ഒരു ചരിത്രപരമായ ഒരു സന്ദർഭമുണ്ട്. കാന്റാർത്ഥത്തിൽ സന്ദർഭത്തിന് അനുസൃതമായ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹം ആ രീതിയിൽ അത് പറയുന്നില്ല. അത് പറയുന്നത് പിന്നീട് ഹേഗലാണ്. അതിവിടെ വളരെ പ്രസക്തമാണ്. ഹേഗൽ ഇത് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യൻ ഇങ്ങനെ സ്വതന്ത്രനാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്വതന്ത്രരാണ് എന്ന് മനുഷ്യർ അവകാശപ്പെടുമ്പോൾ മനുഷ്യന്റെ ചിന്ത യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സൽ റീസണുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അതായത് ഈ യൂണിവേഴ്സൽ റീസൺ, ഒരു പ്രാപഞ്ചികമായ യുക്തി അല്ലെങ്കിൽ സാർവജനീനമായ ഒരു യുക്തി, ആ യുക്തിബോധത്തിന് നിരക്കുന്ന രീതിയിൽ നമ്മുടെ വ്യക്തിയുടെ ചിന്തയെ വ്യക്തി കൊണ്ടുവന്ന് വെക്കുന്നതാണ് സ്വാതന്ത്ര്യം. അതായത് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു യുക്തി ഭദ്രതയുടെ അടിസ്ഥാനത്തിലേക്ക് മനുഷ്യന്റെ ചിന്തയെ കൊണ്ടെത്തിക്കുക. അതായത് ഈ സാർവജനീന യുക്തിയുമായി സമരസപ്പെടുന്ന, സമന്വയിക്കുന്ന, സമവായം പ്രഖ്യാപിക്കുന്ന ഒരു ചിന്തയുടെ ഉടമയാകുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ മനുഷ്യനാകുന്നുള്ളൂ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇത് മാർക്സ് വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. അതായത് വ്യക്തിയുടെ സ്വകാര്യ താല്പര്യങ്ങളും സമൂഹത്തിന്റെ വിശാല താല്പര്യങ്ങളും തമ്മിൽ സംഘർഷമില്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വ്യക്തിയുടെ സ്വകാര്യ താല്പര്യങ്ങൾ, നമ്മളെല്ലാം വ്യക്തികളാണ്, നമ്മൾക്കെല്ലാം നമ്മുടേതായ സ്വകാര്യ താല്പര്യങ്ങളുണ്ട്. ഈ വ്യക്തിയുടെ സ്വകാര്യ താല്പര്യങ്ങളും സമൂഹത്തിന്റെ വിശാല താല്പര്യങ്ങളും തമ്മിൽ സംഘർഷമില്ലാതാകുന്ന ഒരവസ്ഥ. അതായത് ഹെഗല് പ്രാപഞ്ചിക യുക്തി അല്ലെങ്കിൽ സാർവജനീന യുക്തി എന്ന് അമൂർത്തമായി പറഞ്ഞ ഒരു കാര്യത്തെ മാർക്സ് വളരെ ഭൗതികവാദപരമായിട്ട് നമ്മുടെ സാമൂഹിക സന്ദർഭത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ജ്ഞാനോദയ ക്യാൻഡിൽ നിന്ന് തുടങ്ങിയ ഈ ജ്ഞാനോദയ ചിന്തയുടെ ഒരു പരിസമാപ്തി നമുക്ക് ആ അർത്ഥത്തിൽ മാർക്സിൽ കാണാൻ സാധിക്കും. ഈ വ്യക്തിയുടെ താല്പര്യങ്ങളും സമൂഹത്തിന്റെ വിശാല താല്പര്യങ്ങളും എന്നുള്ള അർത്ഥത്തിൽ ഇത് നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രം വളരെ ചുരുക്കി, ഇത് വളരെ വിശാലമായ ഒരു ചരിത്രമാണ്, ദൈഷ്ണിക ചരിത്രമാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള, യുക്തിയെക്കുറിച്ച് മനുഷ്യൻ എന്ത് കരുതുന്നു എന്നുള്ള, യുക്തിയെ മനുഷ്യൻ പിന്നീട് എങ്ങനെ വിഭാവനം ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള, യുക്തി തന്നെ ഒരു ഭീകരതയായി എങ്ങനെ മനുഷ്യന് മുകളിലേക്ക് നിബന്ധിച്ചു എന്നതിനെ കുറിച്ചൊക്കെയുള്ള ദാർശനികമായ നിരവധി ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. പക്ഷേ ഈ ചുരുക്കിയാണെങ്കിൽ പോലും ഇത് പറയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ജോർജ് കേരളത്തിന്റെ പ്രശ്നം പറഞ്ഞപ്പോൾ, കേരളത്തിൽ നേരത്തെ ജോർജ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് ഉയർന്നു വരുന്നത് സ്വാഭാവികമായിട്ടും സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിനു മുമ്പ് കേരളത്തിൽ സ്വതന്ത്ര ചിന്തയ്ക്കുള്ള ഒരു സ്പേസ് ഇല്ല. അത്തരത്തിലൊരു സ്വതന്ത്ര ചിന്ത ഉണ്ടാവാനുള്ള സ്പേസില്ല. ഇപ്പോൾ വൈകുണ്ഠസ്വാമികളെ പോലെയുള്ളവർ, അല്ലെങ്കിൽ ചില കവികൾ, സാഹിത്യകാരന്മാർ, നാടോടിപ്പാട്ടുകൾ എഴുതുന്നവരൊക്കെ തന്നെ സ്വതന്ത്രമായ ചില ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും സമഗ്രമായി ഒരു ദേശത്തിന്റെ ചിന്ത എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ദേശത്തിലെ ഒരു ജനതയോട് ഞാനിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയത്തോട് പ്രതികരിക്കാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ കേരളത്തിൽ സ്വതന്ത്ര ചിന്തയുണ്ടാവുന്നത് ഈ നവോത്ഥാന കാലഘട്ടത്തിലാണ്. അത് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചത്, ഗുരുവിനേക്കാൾ കൂടുതൽ അതിന് പങ്ക് വഹിച്ചത് അയ്യങ്കാളിയാണ്. ഗുരു അതിന് പ്രധാനമായിട്ട് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച ആൾ തന്നെയാണ് ഗുരു. അത് പിൽക്കാലത്ത് വരുന്നുണ്ട്. പക്ഷെ ആദ്യഘട്ടത്തിൽ, അതായത് 1880-കളുടെ ഒടുവിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ഈ ശില പ്രതിഷ്ഠിക്കുന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അയ്യങ്കാളിയുടെ ഇടപെടലുകൾ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വതന്ത്രമായി ചിന്തിച്ച, സ്വതന്ത്രമായി പ്രവർത്തിച്ച ഒരാളാണ് അയ്യങ്കാളി. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വതന്ത്ര പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹം എത്തിച്ചേർന്ന ഒരു ദൈഷ്ണികതയുണ്ട്, അയ്യങ്കാളി എത്തിച്ചേർന്ന ഒരു ദൈഷ്ണികതയുണ്ട്. ആ ദൈഷ്ണികതയാണ് ഞാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര ചിന്തയായി അടയാളപ്പെടുത്തുന്നത്. അയ്യങ്കാളി ഈ റോഡിൽ കൂടി, ഈ സർക്കാർ റോഡിൽ കൂടി
മറ്റുള്ളവർക്ക് നടക്കാൻ അർഹതയുള്ള ഈ റോഡിൽ ആരോ ചിലർ സ്വകാര്യമായി നമ്മളെ തടഞ്ഞു വെച്ചിരിക്കുന്നു. ആ സ്വകാര്യമായി തടഞ്ഞു വെച്ചിരിക്കുന്നത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന രാജനീതിക്ക് തന്നെ എതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിലംഘിക്കാനായി ഒരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെടുന്നതാണ് കേരളത്തെ സംബന്ധിച്ചോളം സ്വതന്ത്ര ചിന്തയുടെ തുടക്കം എന്ന് പറയുന്നത്. അതിനു മുമ്പ് കേരളത്തിൽ സ്വതന്ത്ര ചിന്തയില്ല. ഇപ്പോൾ അരുവിപ്പുറത്ത് ഇദ്ദേഹം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിക്കുന്നുണ്ട്. പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം ഇത് ഈഴവശിവനാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം മറ്റു തരത്തിലുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് പിണ്ടനന്ദി എന്ന് പറയുന്ന കവിത, അതേ കാലഘട്ടത്തിൽ തന്നെ എഴുതുന്നതാണ് പിണ്ടനന്ദി എന്ന് പറയുന്ന കവിത. ആ കവിതയിൽ ശ്രീനാരായണ ഗുരു പറയുന്ന ഒരു ഭാഗം പലപ്പോഴും ഉദ്ധരിക്കാറില്ല. ഇപ്പൊ ഈ കല്ലെടുത്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ വന്നു എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ആലങ്കാരികമായി പലരും പറയാറുണ്ട്. അത് എഴുതിയിട്ടുണ്ട്, മുമ്പ് കണ്ടതുപോലെ പലരും എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ പിണ്ടനന്ദി എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കേവലം ജീവനില്ലാത്ത ഈ ഒരു കല്ലിൽ ഒതുങ്ങിയിരിക്കുന്നതാണോ മഹത്തായ നിന്റെ കാരുണ്യം എന്ന് ശിവനോട് ശ്രീനാരായണ ഗുരു ചോദിക്കുന്ന ഒരു വരി ഈ പിണ്ടനന്ദി എന്ന് പറയുന്ന കാവ്യത്തിലുണ്ട് അദ്ദേഹത്തിന്റെ. അതായത് ഇത് വെറും കല്ലാണെന്നും ഇത്രയും വലിയ കാരുണ്യം ഉൾക്കൊള്ളാനുള്ള കഴിവ് ഈ കല്ലിനില്ല എന്നും പറഞ്ഞ ഒരു വ്യക്തി ആ കല്ലിനോട് എന്തുമാത്രം ഇൻഡിഫറൻ്റ് ആയിരുന്നിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ അത് ചെയ്യുന്നത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ ഏജൻസി എന്ന് പറയുന്നത് അദ്ദേഹം ആ അർത്ഥത്തിൽ അതിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കല്ലാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് വളരെ നിസ്സാരമായി അദ്ദേഹത്തിന് ഇത് ഈഴവ ശിവനാണ് എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചിട്ടുള്ളത് അത്രയും നിസ്സാരമായി അദ്ദേഹത്തിന് പറയാൻ സാധിച്ചത് ഇത് കല്ലാണ് എന്നുള്ള ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ പിണ്ടനന്ദി എന്ന് പറയുന്ന ഈ കവിതയിൽ അദ്ദേഹം ഇത് കൃത്യമായി തന്നെ നേരത്തെ തന്നെ എഴുതിയിരുന്നു. ഇത് വെറും കല്ലാണ്, ഇത്രയും കാരുണ്യം ഉൾക്കൊള്ളാനുള്ള കെൽപ്പ് ഈ കല്ലിനില്ല എന്ന് ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കവിതയാണ്. അതിൽ അദ്ദേഹം നേരിട്ട് തന്നെ പറയുന്നത്. അപ്പൊ ഇത് കല്ല് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കല്ല് പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇടപെടുന്നത് മറ്റു ചില ചങ്ങലകളുമായി ബന്ധപ്പെട്ടാണ്. അതിനെ പൊട്ടിക്കാനും അല്ലെങ്കിൽ അതിന് വേറൊരു നിറം കൊടുക്കാനും വേണ്ടിയാണ് അദ്ദേഹം ഇടപെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി 93-ൽ ഇത് 93-ൽ അയ്യങ്കാളി ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 32-33 വയസ്സാണ്. അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ, ഈ കല്ല് പ്രതിഷ്ഠിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനും 32-33 വയസ്സാണ്. ഇത് തമ്മിൽ ഏതാണ്ട് 4-5 കൊല്ലത്തെ വ്യത്യാസമേ ഉള്ളൂ അവർ തമ്മിൽ ജനിച്ചതിൽ. അപ്പോൾ ചെറുപ്പക്കാരായ 2 പേർ ഒരു 4 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ കാലയളവിനിടയിൽ ചെയ്ത 2 പ്രത്യേക പ്രവർത്തികൾ, അത് കേരളത്തില് സ്വതന്ത്ര ചിന്തയ്ക്ക് ബീജാപാപം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ചട്ടമ്പി സ്വാമികളൊന്നും ആ രീതിയിൽ ആ രംഗത്തേക്ക് വരുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി എഴുതിയിട്ടും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ അയ്യങ്കാളിയുടെ ഈ വില്ലുവണ്ടി യാത്രയും അരുവിപ്പുറത്തെ ഈ പ്രതിഷ്ഠയും എങ്ങനെയാണ് കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു സ്വതന്ത്ര ചിന്തയുടെ പ്രദേശമായി രൂപപ്പെടുത്തിയത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വതന്ത്ര ചിന്ത അന്യമായ ഒരു പ്രദേശമല്ല കേരളം. അപ്പോഴാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാനിരുന്ന വിഷയം കടന്നു വരുന്നത്, സ്വതന്ത്ര ചിന്ത സാധ്യമോ എന്നുള്ള വിഷയം. അപ്പോൾ സ്വതന്ത്ര ചിന്ത സാധ്യമാകണമെങ്കിൽ അയ്യങ്കാളിയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ചിന്ത സാധ്യമായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചോളം സ്വതന്ത്ര ചിന്ത സാധ്യമായിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ സ്വതന്ത്ര ചിന്ത സാധ്യമായിരുന്നില്ല. അവർ പിന്നെ എങ്ങനെയാണ് ഈ സ്വതന്ത്ര ചിന്തയിലേക്ക് വന്നത്? ആ സ്വതന്ത്ര ചിന്തയിലേക്ക് വരുന്ന ഒരു സമരത്തിൽ കൂടിയാണ്. അതായത് അധികാരത്തിനെതിരെയുള്ള ഒരു സമരത്തിൽ കൂടി, അധികാര ശക്തികൾക്കെതിരെയുള്ള ഒരു ചുവടുവയ്പിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സ്വതന്ത്ര ചിന്ത സാധ്യമാകുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഇന്നാണെങ്കിലും എന്നാണെങ്കിലും, കേരളത്തിലെന്നല്ല എവിടെയാണെങ്കിലും ഈ സ്വതന്ത്ര ചിന്ത സാധ്യമാവുക എന്ന് പറയുന്നത് മതമാകട്ടെ, മറ്റ് അധികാര ശക്തികളാകട്ടെ, സമഗ്രാധിപത്യമാകട്ടെ, ഫാഷിസമാകട്ടെ, ഏത് തരത്തിലുള്ള ദുരധികാര ശക്തികളെയും വെല്ലുവിളിച്ചുകൊണ്ട് മാത്രമേ, അതിന് വ്യത്യസ്ത രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവാം, അതിന് പലതരത്തിലുള്ള പ്രതിനിധാനങ്ങൾ ഉണ്ടാവാം, അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മാത്രമേ ഏത് പ്രദേശത്തും സ്വാതന്ത്ര്യം സാധ്യമാവുകയുള്ളൂ എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം അത്തരത്തിലുള്ള ഒരു ചരിത്ര പരികൽപ്പനയാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നതും. വളരെ മനോഹരമായ ഒരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. സ്വാതന്ത്ര്യോന്മുഖമായ ചിന്തയാണ് സ്വതന്ത്ര ചിന്ത എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ സമ്മറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് സംഗ്രഹിക്കാൻ തോന്നും. സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഒരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നു വെച്ചാൽ അത് സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന വിമോചകമായ ഒരു എലമെന്റ് അതിനകത്തുണ്ടെന്നുള്ളതാണ്. പറഞ്ഞത് അറിയാനുള്ള ധൈര്യം. ഈ ധൈര്യം എന്നുള്ള വാക്കൊക്കെ അറിയാതെ വന്ന് വീഴുന്ന വാക്കായിരിക്കും ഒരു പക്ഷേ അതിന്റെ പുറകിലൊരു ചരിത്രം ഉണ്ടായിരുന്നു. ധൈര്യം എന്ന വാക്ക് ധിഷണാശക്തി വായിച്ചാൽ എന്താണ്? ദൈക്ഷണികനുള്ള ശേഷിയാണ് ഈ ധീരത എന്ന് പറയുന്നത്. ധീരത എന്ന് പറയുന്നത് ധീയിൽ നിന്ന് വരുന്നതാണ്, ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ബുദ്ധിജീവി എന്നുള്ള വാക്കിനോടൊക്കെ ഇത് ചേർന്ന് നിൽക്കുന്നു പറയുന്നത്. ആലോചനയുള്ള മനുഷ്യന്മാർ ഉണ്ടാകുന്നത്. അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നവോത്ഥാനത്തിന്റെ ഒരു മണ്ഡലത്തിലാണ് കേരളത്തിന്റെ
ഒരു ചിന്താപരമായ മൗലികമായ ആലോചനകളുടെ ഒരു സ്ഥലം. കറക്റ്റാണ്. അയ്യങ്കാളിയിൽ ഇപ്പം എൻ്റെ ഒരു തലയിൽ വെച്ചിരിക്കുന്ന ഒരു തൊപ്പി ഇതെന്തിന് താങ്കൾ വെച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ അതവിടെ ഇരിക്കുമോ എന്നറിയട്ടെ എന്ന് പറയുന്ന ആ പ്രതികരണത്തിലുണ്ട് ആ ഒരു ആലോചനയുടെ മൗലികത എന്ന് പറയുന്നത്. ദീർഘമായ പ്രബന്ധങ്ങളല്ല, വാസ്തവത്തിൽ വളരെ പ്രാക്ടിക്കലായി ഒരു ലോകത്തെ മാറ്റി തീർക്കുന്ന ഈ മാതിരിയുള്ള വെളിപാടുകളുടെ സ്വഭാവമുള്ള വാക്കുകൾ കൂടിയാണ് പലപ്പോഴും കേരളത്തിലെ ചിന്തകൾ പ്രകാശിപ്പിക്കപ്പെട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ദീർഘമായ പ്രബന്ധങ്ങൾ കൂടിയല്ല. അത് ചരിത്രം ഏറ്റവും ചുട്ടുപഴുത്തു നിൽക്കുന്ന ആ രീതിയിലുള്ള അഭിമുഖീകരണങ്ങൾ കൂടി നിൽക്കുന്ന സവിശേഷ സാഹചര്യത്തിൽ സാധ്യമാവുന്നതാണ്. ഇവിടെ പറയാം, ഏറ്റവും പ്രതികൂലമായ സാഹചര്യമാണ് ഏറ്റവും സൂക്ഷ്മമായ ചിന്തകൾക്ക് പറ്റിയ കാലം. ഏറ്റവും സൗകര്യങ്ങളുള്ള കാലത്തല്ല ഏറ്റവും മനോഹരമായ ചിന്തകൾ ഉണ്ടാകുന്നത്. നവോത്ഥാനത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ, വാസ്തവം പറഞ്ഞാൽ പല മട്ടിലുള്ള ഇടപെടലുകളുടെ ഫലങ്ങളുടെ മുമ്പിൽ നിന്ന് അന്തിച്ചു പോയ ഒരു ജനതയുടെ വന്നു. അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ദേശീയ പ്രസ്ഥാനം ഉണ്ടാവുന്നതിനൊക്കെ ഒരു മുന്നോടിയായി നടക്കുന്ന മാറ്റങ്ങളിൽ മുഴുവൻ ശ്രദ്ധിച്ചാൽ കാണാവുന്ന കാര്യം, ബംഗാളിലാവട്ടെ, മദ്രാസിലാവട്ടെ, ബോംബെയിലാവട്ടെ, ഇവിടെയൊക്കെ നടക്കുന്ന ദൈക്ഷണിക ജനങ്ങളെ ശ്രദ്ധിച്ചാൽ കാണാവുന്നത് ഒരു വിശേഷ ഘട്ടത്തിൽ വന്ന ഒരു സംഘർഷത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഇരുട്ട് വന്ന് നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുന്ന, ഇരുട്ടായിരിക്കില്ല, ഒരുപക്ഷെ ആ ഇരുട്ടിൽ വെളിച്ചം ഉണ്ടായിരിക്കാം. ഇരുട്ട് എന്നതുപോലെ അനുഭവിക്കുന്ന ഒരു സവിശേഷ സാഹചര്യത്തെ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ചിന്ത ഉണ്ടാവുന്നത്. ആ സന്ദർഭങ്ങൾ, അത്തരം സന്ദർഭങ്ങൾ ഇല്ലാതെ പോയതായിരിക്കാം ഒരുപക്ഷെ നമ്മളുടെ ദൈക്ഷണിക ചരിത്രത്തിന് അധികമൊന്നും പിന്നോട്ട് പോകാൻ കഴിയാത്തത്. നമ്മുടെ സാഹിത്യ ചരിത്രത്തിന് അധികമൊന്നും പിന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മുടെ ദൈക്ഷണിക ചരിത്രത്തിന് അധികമൊന്നും പിന്നോട്ട് പോകാനില്ല എന്നും കൂടിയാണ്. പാരമ്പര്യമുണ്ട്, ട്രഡീഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴും പറയുന്നത് അതിന് ഈ 2 നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉള്ളെന്നും കൂടിയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഇരുട്ടിൽ നോക്കിപ്പോകുന്നത് പോലെ നമ്മൾ അന്താളിച്ചു പോകുന്നുണ്ട്. മാത്രമല്ല, ഈ നവോത്ഥാന ഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന സമസ്ത മേഖലയിൽ, ഇപ്പം മലയാളത്തിൽ നേരത്തെ ഭാഷാ ചർച്ചയെ പറ്റി പറയുന്ന സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ ഭരതൻ മാഷ് പറയുന്നുണ്ട്, ഇവിടെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം 1000 വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് ഭാഷകളിലേക്ക് ഒന്നും വിവർത്തനം ചെയ്യാതെ ഇവിടത്തേക്ക് വിവർത്തനം ചെയ്തു. അതിലൊരു ദൈക്ഷണിക വൃത്തിയുണ്ട്, അതിലൊരു ധീരതയുമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ വിവർത്തനമാണ് നടക്കുന്നത്, നമ്മൾ മറക്കരുത്. അതൊന്നും നമ്മുടെ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമായി നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടി, നമ്മുടെ ചിന്തയായി എടുത്തു കാണിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു കൃതി ഉണ്ടായ മലയാളത്തിൽ അതിന് തുടർച്ച ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നില്ല. ഗണിതയുക്തി ഭാഷയെ പറ്റി പറയും, അതിന് തുടർച്ചയുണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് നവോത്ഥാനത്തിന്റെ ഒരുപക്ഷെ തുടർച്ച, ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതിന്റെ ബാക്കിയിൽ ഒരുപക്ഷെ തുടർച്ചകളെ ഇതുപോലെയുള്ള ഒരു പ്രകോപനത്തിന്റെ മുമ്പിൽ ഉത്തരങ്ങളായി വന്നേക്കാം. ചോദ്യങ്ങളാണ് ഉത്തരങ്ങൾ ജനിപ്പിക്കുന്നത്. ചോദ്യങ്ങൾ വേകുന്ന തലച്ചോറുണ്ടോ എന്ന് ഈ പറയുന്ന ഇന്റലക്ച്വൽസിന്റെ ഒക്കെ ഒരു മാതൃകയായിട്ടൊക്കെ പറയാറുള്ള ഗോവിന്ദന്റെ ഒരു വാക്യമുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഈ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം പറഞ്ഞേക്കാം, അതിന് എന്ത് തുടർച്ചയാണ്, എന്തുകൊണ്ട് തുടർച്ചയില്ലാതായി പോയി, എന്തുകൊണ്ട് അർത്ഥശാസ്ത്രത്തിൽ തുടങ്ങിയ ആ ഇടപെടൽ ഒരാശയ ലോകത്തെ ഇങ്ങോട്ട് തുറന്നെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിൽ സംശയമില്ല. ഒരു ഭാഷയിൽ തന്നെ ആശയങ്ങൾ ഇങ്ങനെ കിളിർത്തു പോകുന്ന, കേവലമായി കിളിർത്തു പോകുന്ന പ്രതിഭാസം ലോകത്ത് ഒരിടത്തും ഇല്ല എന്ന് ഞാൻ കേട്ടില്ല. സംവാദങ്ങളിലാണ് തീർച്ചയായിട്ടും ആശയങ്ങൾ ഉണ്ടാവുന്നത്. ഡയലോഗ്സ് ഇല്ലാത്ത ജനതയ്ക്കകത്ത് ഒരുവിധ ആശയങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടില്ല. ഡയലോഗ്സ് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഈ സോക്രട്ടീസോ പ്ലേറ്റോ ഈ പറയുന്ന പാരമ്പര്യത്തിലൊക്കെ ഉള്ള ആളുകൾ നിരന്തരം സംവദിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ചില വ്യാകരണ ആലോചനകളൊക്കെ നടന്ന ഒരു ഘട്ടമുണ്ട്, ഭാഷാലോചനകൾ. ആ സമയത്ത് സംഭവിക്കുന്നെന്താ, പല ആളുകൾ സംസാരിക്കുന്നുണ്ട് ആ വിഷയത്തെ പറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പോയി ഗുണ്ടർട്ട് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പോയിട്ട് കോട്ടയത്ത് പോയിട്ട് ബെഞ്ചമിൻ ബെയ്ലിയെ പോയി കാണുന്നുണ്ട്. അതുപോലെയുള്ള ധാരാളം യാത്രകൾ നടക്കുന്നുണ്ട്. അത്തരം യാത്രകൾ കൂടി പല പുതിയ ലോകങ്ങളെ കാണുകയും പുതിയ ആശയങ്ങളെ കാണുകയും അഭിമുഖീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള സംവാദങ്ങൾ കൂടി ഒരു കൃതി ഉണ്ടായാൽ ആ കൃതിയോട് പ്രതിവാദം പറഞ്ഞ് ആ പ്രതിവാദത്തിന് മറുപടി കൊടുത്ത് അങ്ങനെ അങ്ങനെ കയറിപ്പോകുന്ന ഒന്നാണ് നമ്മുടെ നാട്ടിലൊരു ധാരണ. എനിക്ക് തോന്നുന്നു ഒരു തടസ്സം ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം. അതായത് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടനെ നിങ്ങൾ എന്നെ നിഷേധിക്കാൻ വന്നതുകൊണ്ട് നീ നിഷേധിയായതുകൊണ്ട് നിന്നെ ഞാൻ ഉപേക്ഷിക്കും എന്ന രീതിയിലൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് സംശയമുണ്ട്. ചോദ്യങ്ങളെ നേരിടാൻ നമുക്ക് പേടിയാണ്. ഒരു വിമർശനം വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് അന്തിമ വാക്യമായിരിക്കണം, പ്രമാണമായിരിക്കണം എന്ന് നമ്മൾ അന്ധമായി ധരിക്കുന്നുണ്ടോ? ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ മുകളിൽ രണ്ടാമതൊരു ആലോചനയ്ക്ക് വേണ്ടിയുള്ള ഒരു വൂണ്ടിങ് അല്ലേ വാസ്തവത്തിൽ നടക്കുന്നത്? ഈ ചെടികളൊക്കെ ഇല്ലേ, അതിന്റെ മുകളിൽ ഒന്ന് അതിന്റെ കൂമ്പ് നുള്ളിക്കളഞ്ഞാൽ മതി, ധാരാളം കൊമ്പുകൾ പൊട്ടും. അതുപോലെ ഉള്ള ഒരു ഇടപെടലിന്റെ തുടർച്ചകളില്ലാതെ പോയതുകൊണ്ടാണോ? എന്തായാലും കാണുന്നത് ഈ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ പറയുന്ന വലിയ ചലനങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ യുഗത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് അതിന് വലിയ കാര്യമായ തുടർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. ഇനി തുടർച്ചകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ മേഖലയിലൊക്കെ ധാരാളം വർക്ക് ചെയ്തിട്ടുള്ള ശ്രീകുമാർ സാറിന് എന്നെ പറയാൻ കഴിഞ്ഞേക്കും. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വിവർത്തനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. വിവർത്തനം ചെയ്യപ്പെട്ട കൃതിയാണ് എന്ന് നൂറ്റാണ്ടുകളോളം പറയാൻ മടിച്ചു നിൽക്കുന്ന ഒരു ജനതയാണ് കേരളം. അതായത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എന്ന് പറയുന്ന സംസ്കൃത കൃതിയുടെ പദാനുപദ വിവർത്തനമാണ് എന്നുള്ളത് സമ്മതിക്കാൻ മനസ്സില്ലാത്ത ഒരു ജനതയാണ് നമ്മൾ. അതിൻ്റെ ഒറിജിനൽ അധ്യാത്മരാമായണവും എഴുത്തച്ഛൻ്റെ തർജ്ജമയും കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ച് വായിച്ചു നോക്കുക. സംസ്കൃത ശ്ലോകങ്ങളും ഇതും അദ്ദേഹം
പദാനുപദം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ അതായത് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ അദ്ദേഹം എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ചില ഭാഗങ്ങൾ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്, നല്ല മുഴുവനും താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഉദാഹരണത്തിന് മൂലകൃതിയിൽ ചിത്രം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഈ മാരീജൻ മാനായിട്ട് വരുമ്പോൾ സീത കാണുന്ന സ്ഥലത്ത് ചിത്രം എന്ന് പറഞ്ഞ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വളരെ കാവ്യാത്മകമായ ഒരു പ്രയോഗമാണ് കേകയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ചിത്രം എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത്. ഞാനതിൻ്റെ സംസ്കൃത മൂലത്തിൽ നോക്കിയപ്പോൾ അത് അവസാനിക്കുന്ന ചിത്രം എന്നാണ്, ഒറ്റ ചിത്രമേ ഉള്ളൂ. ഒരു ചിത്രവും കൂടി കയ്യിൽ ഇട്ടപ്പോൾ അത് കേകയുമായി മലയാളവുമായി. പക്ഷേ വിവർത്തനം അല്ലാതാകുന്നില്ല. അദ്ദേഹം നമ്മൾ ഭാഷയുടെ പിതാവാണെന്ന് നമ്മൾ പറയുന്നു, അദ്ദേഹത്തിൻ്റെ മൂലകൃതിയാണ് എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇത് അധ്യാത്മരാമായണം എന്ന് പറയുന്ന ഒരു സംസ്കൃത കൃതിയുടെ വിവർത്തനമാണ് എന്ന് പറയാൻ നമ്മൾ മടിക്കുന്നു, അതിൽ നമ്മൾ ലജ്ജിക്കുന്നു. ഇത് എത്രയോ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. അധ്യാത്മരാമായണം ഇത് സ്വതന്ത്ര വിവർത്തനമാണെന്ന് ചിലർ ശ്രമിക്കുന്നു. അത് വായിക്കാത്തത് കൊണ്ടാണ്. ഇത് വാൽമീകി രാമായണത്തിന്റെ സ്വതന്ത്ര വിവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്ന എത്രയോ മലയാളികൾ ഇപ്പോഴും ഉണ്ട്. ധാരാളം മലയാളികൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ കണ്ടാൽ അതിൻ്റെ ഒരു സോഷ്യൽ വാല്യൂ ആലോചിച്ചാൽ അപ്പോഴും ഈ ദിഷ്ണാരംഗത്ത് നമ്മുടെ ഒരു ഭാഷയുടെ ചരിത്രത്തിൽ അതിന് ക്വസ്റ്റ്യൻ വരില്ലേ? അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള റിലക്റ്റൻസ് നമ്മുടെ ചിന്ത ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു ധീരതയോടുകൂടി ഇതിനെ നേരിടാനുള്ള ഒരു മടി, ഒരു ലജ്ജ നമുക്കുണ്ട്. ഇത് വിവർത്തനമാണ് എന്ന് പറയാൻ നമുക്ക് എന്തോ ഇല്ല. ഇത് നമ്മുടെ ഒരു കാരണം മൗലികമായ ഒന്നുമില്ല. മൗലികതയെ കുറിച്ചിട്ടുള്ള ചർച്ചകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇത് മൗലികമല്ല എന്ന് പറയാൻ, മൗലികതയെ ചോദ്യം ചെയ്യുന്ന ഏത് സന്ദർഭത്തിൽ നമുക്ക് ചോദിക്കാം മൗലികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ സാധാരണ വ്യവഹാര ഭാഷയിൽ പറയുമ്പോൾ ഇതൊരു മൗലിക കൃതിയല്ല എന്നുള്ള ഒരു കോട്ട് അൺകോട്ട് അർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വിവർത്തന കൃതിയാണ്. അധ്യാത്മരാമായണം ഒരു വിവർത്തന കൃതിയാണ്. അത് എത്ര നല്ല വിവർത്തനമാണെങ്കിൽ തന്നെയും അതൊരു വിവർത്തന കൃതിയാണ്. അതിലൊരു അധ്യായം പോലും മാറുന്നില്ല, അതിന് ഒരു സീക്വൻസ് പോലും മാറുന്നില്ല. ഉമാമഹേശ്വര സംവാദത്തിൽ തുടങ്ങി എന്തിൽ അവസാനിക്കുന്നു? പട്ടാഭിഷേകത്തിൽ അവസാനിക്കുന്നു. പിന്നെ ഉത്തരരാമായണം. അതെല്ലാം തന്നെ പദാനുപദമായി തന്നെ എഴുത്തച്ഛൻ തർജ്ജമ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കൃതിയാണ്. ഒരു അധ്യായത്തിൽ ഒരു മാറ്റവുമില്ല, അതിനൊരു സീക്വൻസും മാറുന്നില്ല. വാൽമീകി രാമായണത്തിന്റെ പതിപ്പല്ല അധ്യാത്മരാമായണം. അധ്യാത്മരാമായണം വളരെ വ്യത്യസ്തമായ കൃതിയാണ്, വൈഷ്ണവ കൃതിയാണ്. ആ വൈഷ്ണവ കൃതിയാണ് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ളത്. ആ വിവർത്തനത്തെ വിവർത്തനമായി അംഗീകരിക്കാൻ നമ്മൾ വിമുഖത കാണിക്കുന്നു എന്നുള്ളത് തന്നെ ഈ ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്തയെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ദൗർബല്യത്തെ വെളിവാക്കുന്നതാണ്. ഏതായാലും അതിലേക്കല്ല ഞാൻ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചത്. ഈ നേരത്തെ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? ഞാൻ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, സാധാരണ പറയുന്ന ഒരു കാര്യം, ഈ സർവ്വമത സമ്മേളനം നടക്കുന്നുണ്ട്. ഈ സർവ്വമത സമ്മേളനം നടന്നതിൻ്റെ 100ാം വാർഷികമാണ് ഈ 1924 എന്ന് പറയുന്നത്, 2024 എന്ന് പറയുന്നത്. ഈ സർവ്വമത സമ്മേളനം യഥാർത്ഥത്തിൽ ആ സ്വതന്ത്ര ചിന്തയുടെ അവസാനമായിരുന്നു, അതിൻ്റെ അന്ത്യം ആയിരുന്നു. അതിപ്പോൾ അറിയാനും അറിയിക്കാനുമാണ്, അല്ലാതെ വാദിക്കാനും ജയിക്കാനുമല്ല എന്ന് ഗുരു അവിടെ എഴുതി വെച്ചതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എഴുതി വെച്ചിരുന്നു. പക്ഷേ ഈ മതങ്ങളെല്ലാം അവിടെ വന്നത് അറിയാനല്ല, അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. അറിയിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി മാത്രമാണ് മതങ്ങളെല്ലാം അവിടെ എത്തിച്ചത്. അതിന് മുകളിൽ അദ്ദേഹത്തിനും ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഇത് ഈ മതത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് നമ്മുടെ നവോത്ഥാന പാരമ്പര്യത്തെ യഥാർത്ഥത്തിൽ ഈ സർവമത സമ്മേളനം ഒരർത്ഥത്തിൽ ചുരുക്കുന്നുണ്ട്. അത് ഗുരുവിൻ്റെ ഒരു പ്രശ്നമായിട്ടോ വിമർശനമായിട്ടോ ഞാൻ പറയുന്നതല്ല. ആ ഒരു ഈവൻറ്റിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈവൻ്റ് അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ച ഒരു ഈവൻ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷേ ആ ഈവൻ്റ് അതോടുകൂടി തന്നെ അതിനുശേഷം നമ്മൾ നോക്കുക, അതിനുശേഷം പ്രധാനപ്പെട്ട കേരളത്തിലെ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ ഈ കീഴാള മൂവ്മെൻറ്റുകളെല്ലാം തന്നെ നിന്നു പോവുകയും സവർണ കീഴാള സമുദായങ്ങൾ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമായി മാറുകയും ചെയ്തു. അതിനു മുമ്പ് അയ്യങ്കാളി ചെയ്യുമ്പോൾ അയ്യങ്കാളിയുടെ കൂടെ ആരുമില്ല, ശ്രീനാരായണ ഗുരു ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല. മറിച്ച് ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം വളരെ പെട്ടെന്ന് ഈ സർവ്വമത സമ്മേളനവുമായി കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന വൈക്കം സത്യാഗ്രഹം വളരെ പെട്ടെന്ന് സവർണ നേതൃത്വത്തിലുള്ള ഒരു സമരമായി മാറി. പിന്നീട് അങ്ങോട്ട് കേരളത്തിൽ ഒരിക്കൽ പോലും അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പോലും ഒരു നവോത്ഥാന സമരം ഉണ്ടായിട്ടില്ല. നിവർത്തന പ്രക്ഷോഭം മാത്രമാണ് ഉണ്ടായത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈഴവരും കൂടി ചേർന്ന് പാർലമെന്റിൽ ത്രിമൂല അസംബ്ലിയിൽ പ്രാതിനിധ്യം കിട്ടുന്നതിന്, ജനാധിപത്യപരമായിട്ടുള്ള ജനസംഖ്യാപരമായ പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടി നടത്തിയൊരു സമരമല്ലാതെ നിങ്ങൾ എന്നോട് പറയുക 1924 ശേഷം ഏതെങ്കിലും ഒരു കീഴാള മുന്നേറ്റ സമരം അയ്യങ്കാളിയുടെ ഉൾപ്പെടെ കേരളത്തിൽ നടന്നിട്ടില്ല. കാരണം അത്തരം സമരങ്ങളെ മുഴുവൻ സാംശീകരിക്കുന്ന ഒരു സവർണ രാഷ്ട്രീയം കേരളത്തിൽ ആ സന്ദർഭത്തിൽ തന്നെ വന്നു കഴിഞ്ഞു. ആ സവർണ രാഷ്ട്രീയമാണ് പിന്നീട് കമ്മ്യൂണിസമായി മാറിയതും കോൺഗ്രസിൻ്റെ തന്നെ ചില പ്രബലമായിട്ടുള്ള ചില ശാഖകളായി മാറിയതും ഒക്കെ തന്നെ ഈ സവർണ രാഷ്ട്രീയമാണ്. അതിനുശേഷം അത്തരത്തിലൊരു സ്വതന്ത്ര ചിന്തയ്ക്ക്
ഉള്ള സാധ്യത തന്നെ ഇല്ലാതായി. പക്ഷെ ആ സമയത്ത് ഒരു മനുഷ്യൻ സ്വതന്ത്ര ചിന്തയുടെ ഒരു കൊടി ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് 1930കളുടെ ഒടുവിൽ 1930കളുടെ ഒടുവിലെ കേരളം എന്ന് പറയുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സങ്കല്പിക്കാൻ സാധിക്കാത്ത ഒരു കേരളമാണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞു. ഫാസിസത്തിനെതിരെ നിലപാടെടുക്കുക എന്നുള്ളതിൻ്റെ പേരിൽ സോവിയറ്റ് യൂണിയൻ്റെ പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു അനിവാര്യമായ കടമയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുകയും അവർ പോയി പട്ടാളത്തിൽ ചേരുകയും പോലും ചെയ്തിരുന്ന കാലഘട്ടം. കെ ദാമോദരൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഈ ഫാസിസത്തിനെതിരെയുള്ള നിലപാടുകളൊക്കെ ആവിഷ്കരിക്കുന്നത് വാസ്തവത്തിൽ അതിനു മുമ്പ് തന്നെ ഇപ്പം ഇന്ത്യയിൽ അവർ അഖിലേന്ത്യാ തലത്തിൽ ആലോചിച്ചാൽ റോയിലൊക്കെ വന്ന് ഞാൻ പറയാൻ വരുന്നത്, അതായത് ശേഷമല്ലേ ശരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയനും സ്റ്റാലിനും തമ്മിലുള്ള ഉടമ്പടി തകർന്ന് സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുന്ന ഒരു സന്ദർഭം വരുന്നവരേക്ക് സോവിയറ്റ് യൂണിയൻ സ്റ്റാലിനിസ്റ്റ് റഷ്യ എന്ന് പറയുന്നത് ജർമ്മൻ ഫാസിസവുമായി കൈകൊടുത്ത് നിൽക്കുന്ന സാഹചര്യമല്ലേ, സന്ധി ചെയ്തിട്ടുള്ള സാഹചര്യമാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഫാസിസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പര്യാലോചിക്കാനുള്ള അവസരം കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റുകാർക്കോ കിട്ടാതിരുന്ന ഒരു സന്ദർഭമാണ് 1930കളുടെ അവസാനം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഊന്നി പറയാൻ. ആ സമയത്ത് എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഫാസിസം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. 1939 18-19 വയസ്സുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിനടുത്ത് പ്രായം മാത്രം ഉണ്ടായിരുന്ന എം ഗോവിന്ദനാണ്. അദ്ദേഹം ഗാന്ധിയെയാണ് വിമർശിക്കുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഗാന്ധിയെ വിമർശിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ വിമർശിച്ചിരുന്ന പോലെ ബൂർഷ്വാസിയാണെന്ന് പറഞ്ഞിട്ടല്ല, മറിച്ച് അദ്ദേഹം ഇന്ത്യയിൽ വളർന്നു വരുന്ന സവർണ ഫാസിസത്തെ കാണുന്നില്ല എന്നാണ്. ഈ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നതല്ല, ഗോവിന്ദൻ ഉപയോഗിക്കുന്നതാണ്. 30കളുടെ അവസാനം രാജ്യാഭിമാനി ലേഖനങ്ങൾ വന്നതെന്ന് എന്റെ ഓർമ്മ. അതെ, എം ഗോവിന്ദൻ 30കളുടെ അവസാനം അദ്ദേഹം ഗാന്ധിയെ പോലും വിമർശിക്കാൻ തയ്യാറായിക്കൊണ്ട് പറഞ്ഞത് ഇന്ത്യയിൽ നാളെ ഒരു ഫാസിസ്റ്റ് ശക്തി അധികാരത്തിൽ വരികയാണ്. ഇതൊന്നും എന്റെ വാക്കല്ല, 39 ഗോവിന്ദൻ എഴുതിയതാണ്. ആർക്കും പോയി വായിച്ചു നോക്കാവുന്നതാണ്. ഒരു ഫാസിസ്റ്റ് ശക്തിയുടെ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് സവർണ ഹിന്ദുത്വത്തിൻ്റെതായിരിക്കും എന്ന് 1930കളിൽ 18 വയസ്സും 19 വയസ്സുമുള്ള കാലഘട്ടത്തിൽ എം ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പാതയൊരുക്കുകയാണോ ഗാന്ധി ചെയ്യുന്നത് എന്ന് സന്ദേഹിച്ചിരുന്നു ഗോവിന്ദൻ. സന്ദേഹിക്കുന്നുണ്ട്. കുറെ കാലം കഴിഞ്ഞ് ഞാൻ കുറച്ചു കാലം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ ഗാന്ധി വെടിയേറ്റ് മരിച്ച അന്ന് രാത്രി ഗോവിന്ദൻ ഈ മദ്രാസില് ഹാരിസ് റോഡിലെ തൻ്റെ വീട്ടിൽ നിന്നിട്ട് ഈ ആ സമയത്തുണ്ടാകുന്ന വലിയ സംഘർഷങ്ങൾ മുഴുവൻ അഭിമുഖിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ആലോചിച്ചിട്ട് ഇടുന്നൊക്കെ ചില കുറിപ്പുകളുണ്ട്. പിന്നീട് ആ കുറിപ്പുകളിൽ ഇതൊക്കെ മാറ്റി ഈ പറയുന്ന ഗാന്ധി പറഞ്ഞ ഹിന്ദുത്വം ഈ പറയുന്ന ഹിന്ദുത്വമല്ല എന്നൊക്കെ തിരിച്ചറിയും. അത് പിന്നീട് അദ്ദേഹം നവീകരിച്ചെടുക്കുന്ന ചില സന്ദർഭങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് ബുദ്ധനിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ച് പുനഃസൃഷ്ടിച്ച ഒരു ഹിന്ദുയിസമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. തിരുത്തുന്നുണ്ട് അദ്ദേഹം. പക്ഷേ ആ സമയത്ത് രൂക്ഷമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടു. അതിന്റെ ചില എലമെന്റ്സ് ഒക്കെ കേസരിയിലുണ്ട്. അതെ, അതായത് അദ്ദേഹം ഈ 49 ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു ലേഖനം എഴുതുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗാന്ധിയെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ വീക്ഷണത്തെ തന്നെ വ്യത്യസ്തമായി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ എഴുതുന്നുണ്ട്. പക്ഷേ 30കളിലെ സ്ഥിതി അതല്ല, സ്ഥിതിയോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിലെ പ്രഭാഷകർക്കൊന്നും ഒരു ക്ഷാമവും ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളല്ല, പക്ഷേ എനിക്കറിയാലോ കേരളത്തിൽ പ്രഭാഷകർക്കൊന്നും ഒരു ക്ഷാമവും ഇല്ലാത്തതാണ്. ഇഷ്ടമാതിരി പ്രഭാഷണങ്ങൾ നടക്കുന്നതാണ്. പക്ഷേ ഈ പ്രഭാഷണങ്ങളിൽ ഒന്നും തന്നെ എനിക്ക് ഉറപ്പാണ് ഗോവിന്ദന്റെ ഈ കാര്യം പറയപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ ഹൈന്ദവ ഫാസിസം ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അതാണ് നാളെ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ജനാധിപത്യത്തിനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണിയെന്നും മുഴുവതുകളിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറയാൻ സാധിക്കാത്തതുപോലെ ഒരു കോൺഗ്രസ്സുകാരനും പറയാൻ സാധിക്കാത്തതുപോലെ ശക്തമായി പറയാൻ എം ഗോവിന്ദന് സാധിച്ചു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ സ്വതന്ത്ര ചിന്തയുടെ തുടർച്ചയായിട്ട് ഞാൻ കാണുന്നത്. അത് പറയാനുള്ള ധൈര്യം എം ഗോവിന്ദന് ഉണ്ടായിരുന്നു. അത് മാത്രവുമല്ല, എം ഗോവിന്ദൻ ഇത് പറയുന്നത് അന്ന് അംബേദ്കറുടെ ചിന്തകളൊക്കെ തന്നെ ശക്തമായിട്ട് വരുന്ന ഒരു സമയത്ത് അതിനേക്കാൾ തീക്ഷ്ണമായ രീതിയിൽ ഈ യാഥാർത്ഥ്യത്തെ ഇതൊരു ഫാഷിസമാണ് എന്ന് അംബേദ്കർ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അംബേദ്കർ ജാതി ചിന്തയെയും ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണസത്തെയും ഒക്കെ എതിർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അതിനെ രാഷ്ട്രീയമായി പ്ലേസ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു ഓർമ്മയില് ഒരു പരിശോധനയിൽ ഗോവിന്ദന്റെ ലേഖനങ്ങളിൽ മൊത്തം പരിശോധിച്ചാൽ അംബേദ്കറുടെ പേര് 1-2 പ്രാവശ്യം പരാമർശിച്ചുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ഈ അംബേദ്കറെ സ്വാംശീകരിച്ചെന്ന് തോന്നിക്കുന്ന രീതിയിൽ അതിൽ ഒരു ലേഖനത്തിന്റെ പേര് പ്രത്യേകം പറയണത് റിവോൾട്ട് അഗൈൻസ്റ്റ് ബ്രാഹ്മണിസം ഈസ് റിവോൾട്ട് അഗൈൻസ്റ്റ് ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഒരു ലേഖനം ഒരു മലയാളി എഴുതി എന്ന് പറഞ്ഞാൽ
റിവോൾട്ട് അഗൻസ്റ്റ് ബ്രാഹ്മണിസം ഈസ് റിവോൾട്ട് അഗൻസ്റ്റ് ഇമ്പീരിയലിസം എന്ന് ഗോവിന്ദൻ എഴുതിയിട്ടുണ്ട്. ഈ കേരളത്തിലെ ചിന്തകനാണ്. നിങ്ങൾ ഒരു പ്രഭാഷകന്റെയും വായിൽ നിന്ന് കേട്ടിട്ടുണ്ടാവില്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കേരളത്തിൽ ഇത് പറയാൻ പഠിക്കുന്നത് ഈ സ്വതന്ത്ര ചിന്തയെ ഭയക്കുന്ന ഒരു കേരളം ഈ കേരളത്തിന്റെ അണ്ടർ സൈഡായിട്ടുണ്ട്. കേരളത്തിന്റെ ഒരു അധോസൈഷ്ണികതയിൽ ഈ സ്വതന്ത്ര ചിന്തയെ ഭയക്കുന്ന ഒരു വലിയ ഇരുട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങൾ കേൾക്കാത്തത്. ഇനി ഇത് മാത്രമല്ല 40കളിൽ ഗോവിന്ദനെ പോലെയുള്ളവർ ഇത്തരം ചിന്തകളുമായി മുന്നോട്ട് വരികയും അത് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരാൾ ഇതേ തലത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇതേ നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് മറ്റാരുമല്ല, അത് CJ തോമസ് ആണ്. CJ തോമസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് അദ്ദേഹവും M ഗോവിന്ദനെ പോലെ ഭാവിയിൽ ഇന്ത്യ നേരിടാനുള്ള ഏറ്റവും വലിയ ഭീഷണി സവർണ ഫാസത്തിൻ്റെതാണ്, ഹിന്ദുത്വ ഫാസത്തിൻ്റെതാണ് എന്ന് കൃത്യമായി എടുത്തു പറഞ്ഞ രണ്ടാമത്തെ ചിന്തകൻ CJ തോമസ് ആണ്. അദ്ദേഹം ഇടശ്ശേരിക്ക് എഴുതിയ ആത്മകഥയിൽ, ഇടശ്ശേരിയുടെ കവിതയിൽ ചില യുക്തിവാദപരമായിട്ടുള്ള ചിന്തകൾ കടന്നു വരുന്നപ്പോഴത്തേക്കും അതിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് ഈ ഹിന്ദുത്വ ഫാസിസ്റ്റക്കാര് നിങ്ങളെ എടോ ഇടശ്ശേരി, അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവതാരികയിൽ അദ്ദേഹത്തെ പോലുള്ളവർക്ക്. എടോ ഇടശ്ശേരി തന്നെ ഇവർ എന്നാണ് അദ്ദേഹം അവതാരികയിൽ CJ തോമസ് എഴുതുന്നത്. അതൊന്നുമല്ല, ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദുത്വ ഫാസിസം മറ്റ് ചിന്താഗതികളെ കീഴടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഗോവിന്ദനിൽ നിന്ന് വികസിപ്പിക്കാൻ CJ തോമസിന് കഴിഞ്ഞിരുന്നു. അതിന് അദ്ദേഹം ഉപയോഗിച്ച ഒരു പദം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു പക്ഷേ വലിയ ശക്തമായ രീതിയിൽ ഹിന്ദുത്വ ഫാസിസത്തെ എതിർക്കാൻ ഇടയില്ല എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് 70കളിൽ പിന്നെ ജയപ്രകാശ് നാരായണനും RSSും CPM ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോൺഗ്രസ് വിരുദ്ധ മുന്നണി ഇന്ത്യയിൽ ഉണ്ടാകുന്നതും അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നതും വലിയ കലാപങ്ങൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ചർച്ച നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. 70കളിൽ ഉണ്ടായ ഒരു ഐക്യ മുന്നണി എന്ന് പറയുന്നത് ഹിന്ദുത്വ ജനസംഘവും പിന്നെ ജയപ്രകാശ് നാരായണനും CPM എല്ലാവരും ചേരുന്ന ഒരു മുന്നണി അക്കാലത്ത് രൂപപ്പെട്ടിരുന്നു. 70കളിൽ വളരെ ശക്തമായി രൂപപ്പെട്ടിരുന്നു. അതിനെപ്പറ്റി CPI അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ആണ് ഈ CPIയെ വിളിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു CPIയുടെ മറ്റൊരു പേരായിട്ട് ആൾക്കാർ കണക്കാക്കുന്ന രീതിയിൽ ഒരു ഇക്കോ ചേംബർ ഉണ്ടാക്കാൻ CPMന് അക്കാലത്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് എല്ലാവരും അത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് വിചാരിച്ചിരുന്നു. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു തമാശ പറയേണ്ടി ഒന്നും ഇവിടെ പറയാലോ. ഈ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണോ CPMനോട് ചേർന്ന ഒരു മുന്നണിയായത്, അപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായത്. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അതിനു മുമ്പ് വരെ പ്രതിപക്ഷ മുന്നണിയുള്ളൂ, മറ്റെന്തൊക്കെയോ പേരുള്ള മുന്നണിയുള്ളൂ. വലതുപക്ഷം ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു തമാശ ഇടയ്ക്ക്. ഈ സ്വതന്ത്ര ചിന്തയിൽ കടന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ള CJ തോമസ് മനസ്സിലാക്കും. അദ്ദേഹം ഇതിനെ പറഞ്ഞത് എന്താണെന്ന് അറിയാം. ഇങ്ങനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയിലെ ഹിന്ദുത്വവും തമ്മിൽ ഒരു സഖ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനൊരു പേരിട്ടു. ഇന്നിപ്പം നമ്മൾ സവർക്കർ എന്ന് പറയുന്ന പോലെ അന്ന് പ്രധാനമായിട്ടും ഇവരുടെ ഗുരുവായും ഇവരുടെ ചിന്തകനായും കണക്കാക്കിയിരുന്ന ഗോൾവാൾക്കറെ ആയിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്ക് ഞാൻ കയ്യിൽ നിന്നിട്ടതല്ല, CJ തോമസ് എഴുതിയതാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഇവിടെ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ ഗോൾവാൾക്കർ കമ്മ്യൂണിസമാണ് എന്നാണ്. ഈ ഗോൾവാൾക്കർ കമ്മ്യൂണിസം എന്നുള്ള പദം ഞാൻ പറയുന്നതല്ല, ഗോവിന്ദന് ശേഷം CJ തോമസ് പറയുന്നതാണ്. ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് എന്ത് നിഗമനമാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചയിൽ ഗോൾവാൾക്കർ കമ്മ്യൂണിസം എന്നുള്ള വാക്ക് കൊണ്ടുവരുന്നത് CJ തോമസ് ആണ്. ഇത്തരം ആലോചനകളോടൊന്നും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മളുടെ സർവകലാശാലകളിൽ ഇരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അധ്യാപക സമൂഹമോ ഒന്നും റെസ്പോണ്ട് ചെയ്യുകയോ അതിന് തുടർച്ചയുണ്ടാക്കുന്ന ആലോചന ഉണ്ടാവുകയോ ഒന്നും ചെയ്യേണ്ടായില്ല. മറിച്ച് ഇവരെയൊക്കെ പ്രതിലോമകാരികളെന്നോ അല്ലെങ്കിൽ പിന്തിരിപ്പെന്നോ അല്ലെങ്കിൽ CA എന്നോ പറഞ്ഞ എന്തെങ്കിലും ഒരു ഭൂതം എറിഞ്ഞിട്ട് അടക്കി വെക്കുന്ന ഒരു പരിപാടിക്ക് മൗനസമ്മതം കൊടുത്തിരിക്കാൻ നമുക്ക് കഴിഞ്ഞുള്ളൂ. ചിന്തിക്കുന്ന ആളുകളെ ഭയക്കുന്നതിനെ പറ്റി മാഷ് പറയണ്ടായി. ചിന്തിക്കുന്ന ആളുകളെ ഇങ്ങനെ ഒരുതരം മൂടിക്കളയുന്ന ഒരു പ്രത്യേക ഏർപ്പാട് ചെയ്യുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മളത്. ആരെങ്കിലും ഒരു ആലോചനയുമായി എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ ഭയത്തോടെ കാണുകയും അവരെ ചരിത്രത്തിൽ നിന്ന് ഔട്ടായി കളഞ്ഞിരിക്കും, നിഷ്കാസനം ചെയ്തിരിക്കും. അവർ ഈ ഭൂമുഖത്തുണ്ടാകരുതെന്ന് തീരുമാനിക്കുന്ന ഒരു സവിശേഷമായ സ്ഥിതി. പഴയ ജാതി സമ്പ്രദായത്തിൽ എന്താണോ അധ്വാനത്തോട് ചെയ്തിരുന്നത് അതേ പണി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ആലോചനയോ അക്കാഡമികമായ ജീവിതത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ആളുകളെ നമ്മൾ കാണുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് സ്ഥലം വിട്ട് കളയുന്നത്. അതുകൊണ്ട് അവർ ഒന്നുകിൽ കേരളം വിട്ട് പുറത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി കളയും, അതല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോയി കളയും. അങ്ങനെ പോയി ഇനിയുള്ള കാലത്ത് നമ്മുടെ കുട്ടികളെല്ലാം ഈ സ്ഥലം വിട്ടുപോകും. കാരണം ആലോചിക്കുന്ന ആളുകളുടെ സാന്നിധ്യമില്ലാത്ത ഒരു ലോകത്ത് ഒരു ഭാഷയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റേതെങ്കിലും ആലോചിക്കുന്ന ഭാഷകളുടെ ലോകത്ത് പോയി ജീവിക്കുകയാണെന്ന് ചിന്തിച്ചാൽ അതിനൊരു തെറ്റും പറയാൻ പറ്റില്ല. അരിയില്ലാത്ത നാട്ടിൽ നിന്ന് അവർ അരി കിട്ടുന്ന സ്ഥലത്തേക്ക് പോയിരിക്കും. ഒരു കടയിൽ സാധനം കിട്ടൽ വേറെ കടയിലേക്ക് പോയിരിക്കും.
അതല്ലെങ്കിൽ എന്തായാലും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ലെന്നറിയോ? ഇങ്ങനെ പോകുന്നതിനെ ന്യായീകരിക്കല്ല. ആ പോകുന്ന സമയത്ത് അവർ ചെയ്യുന്ന ഒരു വലിയ പണി എന്ന് പറയുന്നത് അവനവൻ എടുക്കേണ്ട പണി എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അവനവൻ ചെയ്യേണ്ട പണികൾ ചെയ്യാതെ പിന്മാറുകയല്ല, ക്രിയേറ്റീവായ ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുകയാണ്. അവിടെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടോ ഒരുപക്ഷേ കേരളത്തിൻ്റെ ട്രഡീഷനിൽ ഈ സംസ്കൃതത്തിൽ കൂടി വരും സൗന്ദര്യശാസ്ത്രവും, സംസ്കൃതത്തിൽ കൂടി വരും പിന്നെ സാമ്പത്തിക ശാസ്ത്രവും, സംസ്കൃതത്തിൽ കൂടി വരും പിന്നെ എല്ലാവിധ കലകളെ പറ്റിയുള്ള അറിവെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ദീർഘകാലം നമ്മൾ ജീവിച്ചു പോകുന്നത്. അത് ഗൈർവാണിയിൽ പറയുന്നതാണ് പാണ്ഡിത്യമെന്നും. ആ അത്തരം കുറേ വാക്കുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു ഡിണ്ടിമം ഉണ്ടാക്കിയാൽ അത് കവിതയാണെന്നും ധരിക്കുന്ന സൗന്ദര്യബോധമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. മറിച്ച് ഇവിടുത്തെ അധ്വാനിക്കുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്നൊരു സൗന്ദര്യശാസ്ത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയാറില്ല. ഇത് ഞാൻ വെറുതെ തമാശയായിട്ട് അങ്ങനെ ഒരു സൗന്ദര്യശാസ്ത്രം സാധ്യമല്ല എന്ന് ധരിക്കേണ്ട. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസം കൂടി സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബെൽ ഹൂക്സ് എന്ന് പറയുന്ന ഒരു ഈ ബ്ലാക്ക് എസ്തെറ്റിക്സിന്റെ ഒരു വക്താവായ ഒരു സ്ത്രീവാദിയായ ഒരു ചിന്തകയുണ്ട്. അവരുടെ സൗന്ദര്യശാസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ മുത്തശ്ശി അവരുടെ ചെറിയ കുടില് പോലെയുള്ള വീടിൽ സാധനങ്ങൾ ഒരുക്കി വെക്കുന്നതിൽ നിന്നാണ് അവരുടെ സൗന്ദര്യശാസ്ത്രം ആരംഭിക്കുന്നത്. നമുക്ക് സൗന്ദര്യശാസ്ത്രം ആരംഭിക്കണമെങ്കിൽ എവിടെ നിന്ന് ആരംഭിക്കണം? നമുക്ക് സമീപകാലം വരേക്ക് നമുക്ക് നമ്മളുടെ സംസ്കൃത സൗന്ദര്യശാസ്ത്രം എന്ന് വരണം. അവിടുത്തെ വേദം ഉദ്ധരിച്ചിട്ട് വേണം നമുക്ക് കേരളത്തെ പറ്റി നിർവചിക്കാൻ വേണ്ടി. നമ്മൾ കേരളീയനാണ്, ഇന്ത്യക്കാരനാണെന്ന് പറയണമെങ്കിൽ, ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമാണെന്ന് പറയണമെങ്കിൽ നമുക്ക് പഴയ ഔപനിഷദിക കൃതികളിൽ പരാമർശം ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഇവിടെ നിന്നിട്ട് ആലോചിക്കില്ല. ആ തരത്തിലേക്ക് പുറത്തുനിന്ന് വരുന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ നമ്മുടെ ഒരു അബോധമായി, നമ്മുടെ ഭാഷയുടെ സ്വഭാവം തന്നെയായിട്ട് ഈ പറയുന്ന ആശ്രിതത്വം എന്ന് പറയുന്ന ഒന്ന്, ദാസ്യമായുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് എങ്ങനെയോ വന്നു ചേർന്ന സംശയമുണ്ട്. അത് ഈ സമീപകാലത്ത് ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് സിദ്ധാന്തങ്ങൾ വാങ്ങും, അവിടെ നിന്ന് ഉൾക്കാഴ്ചകൾ വാങ്ങും. അതൊന്നും കുഴപ്പമില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മറ്റു ഭാഷകളിൽ ഉണ്ടാകുന്ന ആശയങ്ങളോടൊക്കെ തന്നെ സംവാദത്തിലായി തന്നെയാണ് ചിന്താവികാസം ഉണ്ടാവേണ്ടത്. നമ്മുടെ എസ് വി ഷൺമുഖം എന്ന് പറയുന്ന ഒരു ഭാഷാ ചിന്തകൻ എഴുതിയതുപോലെ ഓരോ ഭാഷയിലും അറിവ് എന്ന് പറയുന്നത് തനിത്തനിയായി ഉണ്ടാകേണ്ടതൊന്നുമല്ല. മറ്റു ഭാഷകളിൽ നിന്ന് പറിച്ചു നട്ടും ഉണ്ടാക്കാം, തീർച്ചയായിട്ടും പറിച്ചു നട്ടും. പക്ഷെ നമ്മൾ പറിച്ചു നട്ടുക പോലുമില്ല. നമ്മളതിനെ ആശ്രയിച്ച് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ വാങ്ങി ഉപയോഗിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് യൂറോപ്യൻ ചിന്തകളെയും നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന രീതി അതാണ്. മാർഷ്യൻ ചിന്ത എന്ന് പറയുന്നത്, അതായത് യൂറോപ്പ് കണ്ട ഏറ്റവും മഹാനായ ഒരു വലിയൊരു ഇന്റലക്ച്വൽ ട്രഡീഷന്റെ ആ ട്രഡീഷൻ ഉള്ളതുകൊണ്ടാട്ടോ മാർക്സ് ചിന്തകനാവുന്നത്. അതിനു മുമ്പുള്ള അനവധിയായ ചിന്തകന്മാരുടെ ചിന്താലോകത്തോട് നിരന്തരമായി സംവാദത്തിൽ ഏർപ്പെട്ടിട്ട് വീണ്ടും ആലോചിച്ച് അതിനെ തകിടം മറിക്കുന്ന പ്രത്യയശാസ്ത്രം പോലുള്ള സങ്കല്പങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് ഒരു മാർക്സ് ഉണ്ടാവുന്നു. ആ മാർക്സിയൻ ചിന്ത നമ്മൾ സ്വീകരിക്കുന്നത് പോലും യൂറോപ്യൻ വ്യാഖ്യാനങ്ങളെ നമ്മൾ സ്വീകരിക്കും. ഇവിടെ മൗലികമായി അതിനോടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മെനക്കെട്ടാൽ, ഒരു പ്രതിവാദം ഉന്നയിച്ചാൽ ആ സമയത്ത് സംശയത്തോട് കൂടിയിട്ട് അതിനെ മൂടിക്കളയാൻ വേണ്ടി ശ്രമിക്കും. അവരെയാണ് ഈ പറയുന്ന എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം മറ്റോ പേരിട്ടിട്ട് വിളിക്കുന്ന. ആ ഗതികേടാണ് ഗോവിന്ദനൊക്കെ വന്നത്, അല്ലെങ്കിൽ കേസരിക്ക് വരുന്നത് എന്ന് തോന്നുന്നു. അത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഹൈന്ദവ ഫാസത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ രണ്ട് ചിന്തകർ വളരെ ശക്തമായി അവരുടെ ചെറുപ്പകാലം മുഴുവൻ തന്നെ ഹിന്ദുത്വ ഫാസത്തിൻ്റെ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിരുന്ന ഒരു പ്രദേശമാണ് കേരളം എന്നുള്ളത് പറയാൻ നമ്മൾ മടിക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് ആ ചിന്താ നൈരന്തര്യത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കാനുള്ള ദൈക്ഷണികമായ സത്യസന്ധത പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ചിന്തകരും ഹൈന്ദവ ഫാസിസത്തെ മാത്രമല്ല സമഗ്രാധിപത്യ ചിന്തയെ കൂടി എതിർത്തവരായിരുന്നു. സമഗ്രാധിപത്യ ചിന്ത ആ ഘട്ടമായപ്പോഴേക്ക് സോവിയറ്റ് യൂണിയൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, മറ്റ് പ്രദേശങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, ലോകതലത്തിൽ ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് ഞാൻ CPM-നും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു ആനുകൂല്യം കൊടുക്കുന്നത്. അതായത് അവർക്കൊരു പെർസിക്യൂഷൻ മാനിയ ഉണ്ടായി. പെർസിക്യൂഷൻ മാനിയ എന്ന് പറഞ്ഞാൽ ലോകത്ത് 50കളിലും 60കളിലും ലോകത്ത് എല്ലായിടത്തും തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട് 50കളിലും 60കളിലും. അത് യഥാർത്ഥത്തിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടായിട്ടില്ല. കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ജവഹർലാൽ നെഹ്റു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഇന്ത്യയിലെ ജനാധിപത്യ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷെ ലോകത്തിന്റെ സ്ഥിതി ഇതല്ല. ഇപ്പം നമ്മളിവിടെ കേരളത്തിൽ വിമോചന സമരം നടന്നു. ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വിമോചന സമരം നടന്നു, ഇനിയും വിമോചന സമരം നടക്കും, ഇതാ വിമോചന സമരം നടക്കാൻ പോകുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ പോകുന്നു എന്നൊക്കെയാണ്. ഞാൻ എന്നാൽ സത്യസന്ധമായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയാം. അങ്ങനെ ആർക്കെങ്കിലും കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച സമയം പോലും അത് തകർക്കാൻ ആവശ്യമില്ല. കാരണം ലോക ചരിത്ര പാർട്ടികൾ ലോകത്ത് പല സ്ഥലത്തും തകർന്നിട്ടുള്ളത്. ഇന്തോനേഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1965-64 കാലഘട്ടത്തിൽ 65-64 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടായിട്ട് പിളർന്നു. കേരളത്തിൽ അവർ രണ്ടായിട്ട് മത്സരിച്ചു. കുറേ പേര് ജയിച്ചു, കുറേ പേര് തോറ്റു. അതിനുശേഷം മുന്നണികൾ ഉണ്ടാക്കി മത്സരിച്ച് വീണ്ടും അധികാരത്തിൽ വന്നു. CPI വന്നു, CPM വന്നു. ആ സമയത്ത് ഇന്തോനേഷ്യയിൽ സംഭവിച്ചത് എന്താണ്? 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ കമ്മ്യൂണിസ്റ്റുകളെയാണ് CAA-യും അവിടുത്തെ ഗവൺമെന്റും ചേർന്ന് കൊന്നുകളഞ്ഞത്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? കോങ്കോയിൽ
പാട്രീസ മുംബൈയുടെ ഗവൺമെന്റിനെതിരെ, ചിലയിൽ അലൻഡയ്ക്കെതിരെ, വിയറ്റ്നാം അവസാനം പോരാട്ടം നടത്തിയാണല്ലോ ഹോച്ചിമിൻ ഈ സൗത്ത് വിയറ്റ്നാം വീണ്ടെടുക്കുന്ന അമേരിക്കയിൽ നിന്ന്. ആദ്യം സൗത്ത് വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയാണ് വിയറ്റ്നാമിൽ കൊന്നുകളഞ്ഞത്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾ എടുത്താലും ആ കാലഘട്ടത്തിൽ 50കളിലും 60കളിലും അമേരിക്കയിലെ മക്കാർത്തീസ് ഉൾപ്പെടെ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തകർത്ത് തരിപ്പണമാക്കിയത് CIA ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിപ്ലവം വിജയിക്കാഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ സിംഗപ്പൂരിൽ കമ്മ്യൂണിസം ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, വളരെ ശക്തമായ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, എല്ലാവരെയും ജയിലിൽ അടച്ച് ടോർച്ചർ ചെയ്ത് കൊന്നുകളഞ്ഞു. മലേഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ടോർച്ചർ ചെയ്ത് കൊന്നുകളഞ്ഞു. ഇന്തോനേഷ്യയിൽ ഞാൻ പറഞ്ഞു 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ കമ്മ്യൂണിസ്റ്റുകാരെയാണ് കൊന്നുകളഞ്ഞതായിട്ട് പറയുന്നത്. ആഫ്രിക്കയിൽ കൊന്നുകളഞ്ഞു, ലാറ്റിൻ അമേരിക്കയിൽ കൊന്നുകളഞ്ഞു. ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾ വന്നപ്പോൾ മാവോയിസ്റ്റുകൾക്കെതിരെ പട്ടാളം നടപടികൾ എടുത്തിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ ഇന്ത്യൻ ഭരണകൂടം കമ്മ്യൂണിസ്റ്റുകാരെ ഈ മേഖലയിൽ സംസാരിച്ച് നീങ്ങിപ്പോയാൽ അത് കണ്ടമാനം വിസ്തരിച്ച് പോകും. അല്ല, അത് ഞാൻ വേറൊരു കാര്യം പറയാനാണ്. ഈ പെർസിക്യൂഷൻ മാനിയ നമ്മുടെ സ്വതന്ത്ര ചിന്തയെ ബാധിക്കുന്നുണ്ട്. അതായത് എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ നിൽക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത. ഇപ്പൊ ഏറ്റവും ഒടുവിൽ MV ജയരാജൻ അല്ലേ, അദ്ദേഹമാണ് പറഞ്ഞത് ഈ പോസ്റ്റ് മോഡേണിസം അമേരിക്കൻ സർവകലാശാലകളിൽ പഠിപ്പിച്ചിട്ട് കേരളത്തിലേക്ക് ആളുകളെ വിടുകയാണ്, കേരളത്തിലെ കമ്മ്യൂണിസം തകർക്കാനെന്ന്. കേരളത്തിലെ കമ്മ്യൂണിസം തകർക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 60കളിൽ ചെയ്യാൻ വരുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസം 50കളിൽ ചെയ്യാമായിരുന്നു. അങ്ങനെ ഗൗരവത്തിൽ ലോക മുതലാളിത്തം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാൻ. അങ്ങനെ എടുത്തിട്ടില്ല, അത്ര ഗൗരവമായിട്ട് അവരെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ തകർത്തേനെ. അവരെ വിട്ടിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലൂടെ പറഞ്ഞിട്ട് അതിന്റെ കാര്യം ഒരു പെർസിക്യൂഷൻ മാനിയ ഉപേക്ഷിക്കേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റ്. കാരണം നമ്മളിപ്പോഴെന്താണ്, നമ്മളിപ്പോൾ ഒരു സമരരംഗത്താണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മറ്റ് പ്രതിപക്ഷ ശക്തികളും എല്ലാം അടങ്ങുന്ന ഒരു മുന്നണി. ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ CPM അടക്കമുള്ളവർ ഈ ഹിന്ദുത്വ ഭീഷണിക്കെതിരെ സമരരംഗത്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള പഴയ പെർസിക്യൂഷൻ മാനിയ പോലെയുള്ള വിചാരങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് സ്വതന്ത്ര ചിന്തയെ പുണരുക എന്നുള്ളത് എല്ലാവരുടെയും കേരളത്തിലെ എഴുത്തുകാർ ചെയ്യുമോ? എഴുത്തുകാരാണ് ബുദ്ധിജീവികളായിട്ട് അറിയപ്പെടുന്നത്. എഴുത്തുകാരെ ചിന്തകരായി ധരിക്കുന്നു നമ്മൾ. എന്തുകൊണ്ടോ അവരിലാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത്. അവരിൽ നിന്ന് ആശയങ്ങൾ കിട്ടി. ഈ പ്രോഗ്രാം പോലും അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളും കൂടി ചേർന്ന് നിൽക്കുന്ന ഒന്നല്ലോ. ആശയങ്ങൾ വരുന്നത് എഴുത്തുകാരനാണ്, ചിന്തകരിലാണ്. എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ മനസ്സിലാക്കുന്നത് സമം ചിന്തകർ എന്നുള്ള രീതിയിലാണ്. ആ എഴുത്തുകാരിൽ അങ്ങനെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുമോ? ഞാനൊരു രാവിലെ ഉണ്ടായ ഒരു സംഭാഷണം പറയാം. നമ്മുടെ മധുമാഷ് സംസാരിക്കുമ്പം കൽപ്പറ്റ നാരായണ മാഷിന്റെ ഒരു കവിത ഉണ്ടല്ലോ, ആ കവിതയെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. നമ്മുടെ സ്വതന്ത്ര ചിന്ത ഈ മൈക്ക് തടസ്സപ്പെടുത്തുകയാണ്. സ്വതന്ത്ര ചിന്ത ഇങ്ങനെ മുറിഞ്ഞു പോവുകയാണ്. അവിടെ പറഞ്ഞത് ഈ പട്ടി മനുഷ്യന്റെ കൂട്ടത്തിൽ നടന്ന് ജീവിച്ച് പട്ടി താനൊരു മൃഗമാണെന്ന് മറന്നുപോയി എന്നാണ്. അത് തന്നെ എന്താ പറയാ, ഹ്യൂമനൈസ് ചെയ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പറയാം. അത് മനുഷ്യന്റെ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. യന്ത്രത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ ആലോചിച്ചാല് നമ്മുടെ എഴുത്തുകാര് ഈ ഭരണകൂടത്തിന്റെ കീശപ്പതിപ്പുകളായ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം കൂടെ തന്നെ നടന്ന് രാഷ്ട്രീയക്കാരെയും അവരുടെ നേതാക്കന്മാരുടെയും കൂടെ നടന്ന് അവർ ഞങ്ങൾ കവികളാണ്, ഞങ്ങൾ എഴുത്തുകാരാണ്, ഞങ്ങളുടെ പണി വേറെയാണ്, ഞങ്ങൾ കലാകാരന്മാരാണ് എന്ന് മറന്നു പോയിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഇവിടെ ഈ കവിത ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആലോചനകളിലേക്ക് നയിക്കുന്ന സിദ്ധാന്തം കൂടിയാണ് ആ അർത്ഥത്തിൽ. അങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കാനും നമ്മൾ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടുകൂടി ഞാൻ എടുത്തു പറയുന്നത്, സത്യം പറഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ ആലോചനകളൊക്കെ നടക്കുന്നത് പോലെ ഇവിടെയും ആലോചനകൾ നടക്കുന്നുണ്ട്. ആ ആലോചനയുടെ ഒരു എലമെന്റ് കണ്ടാൽ അതിനെ സ്വീകരിക്കാനും അതിന് തുടർച്ചയുണ്ടാക്കാനും അതിനെ വിപുലീകരിക്കാനും ശേഷിയുള്ള തരത്തിൽ ഇടപെടാൻ വേണ്ടി എഴുത്തുകാർ മറന്നു വരിക്കുന്നു. ആ മറവിയുടെ കാരണം ഈ പണി അവർ മറന്നു വരിക്കുന്നു. ഞങ്ങൾ എഴുത്തുകാരാണെന്ന് അവർ മറന്നു പോയിരിക്കുന്നു. ഞാനൊരു കുറ്റപ്പെടുത്തലായിട്ടല്ല, ഞങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് പറയാന്ന്. നമ്മൾ നടത്തുന്ന പ്രോഗ്രാമുകളിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ ഈ പ്രോഗ്രാം തന്നെ ആയാലും നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ആലോചനയിലൂടെ കടന്നു വരുന്ന സമയത്ത് നമുക്കൊരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് തോന്നുക, മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് ഒരു കലാപരിപാടിക്ക് തോന്നുക, ബിനാലെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു പൊളിറ്റീഷ്യനെ കൊണ്ടുവരുന്നതാണ് നമ്മൾ സ്വാഭാവിക നീതിയായിട്ട് നമ്മൾ കരുതുന്നു. നമുക്കൊരു റൈറ്ററെ അവിടെ വെക്കേണ്ടതാണ് എന്ന ഓർമ്മ വരാതിരിക്കും. അത് ഞാനീ പറഞ്ഞ ഈ പട്ടിക്ക് വന്ന പരിണാമം പോലുള്ള ഒരു പരിണാമമല്ല എന്നുള്ളൊരു സംശയമാണ് ഉന്നയിക്കുന്നത്. ഒരു വർത്തമാന സമകാല എഴുത്തുകാരുടെ ഒരു അവസ്ഥയിലേക്ക് ആലോചന കൊണ്ടുപോകാൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. ഈ ഒരു ചോദ്യത്തോട് കൂടിയിട്ട് ഏതാണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുമായിരിക്കാം എൻ്റെ മറുപടിയോട് കൂടിയിട്ട്. അല്ല, നേരത്തെ പാർട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എഴുത്തുകാർക്കും അങ്ങനെ വലിയൊരു പ്രാധാന്യമുള്ളൊരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്.
എഴുത്തിന് ആ അർത്ഥത്തിലുള്ള ഒരു ഹേഗൽ പറയുന്നുണ്ടല്ലോ, ആ എൻഡ് ഓഫ് ആർട്ട് എന്ന് പറയുന്നുണ്ട്. എൻഡ് ഓഫ് ആർട്ട് എന്ന് പറയുന്ന പോലെ ഈ എൻഡ് ഓഫ് റൈറ്റിംഗ് ഉണ്ട്. ആ എൻഡ് ഓഫ് റൈറ്റിംഗ് അതിൻ്റെ ദൈക്ഷണികമായ അർത്ഥത്തിൽ, ദാർശനികമായ അർത്ഥത്തിൽ, എസ്തറ്റിക്കായി ലാവണ്യശാസ്ത്രപരമായുള്ള അർത്ഥത്തിൽ അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലൊരു കടമ യഥാർത്ഥത്തിൽ എഴുത്തുകാരന് നിർവഹിക്കാനില്ല. എഴുത്തുകാരൻ ആ അർത്ഥത്തിൽ ഈ തിരിച്ച് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞ പട്ടിയാണ്. തിരിച്ച് കാട്ടിലേക്ക് പോയി മൃഗമായി ജീവിച്ചോളൂ എന്ന് പറഞ്ഞാലും അങ്ങനെ നടക്കുന്ന ഒരു എഴുത്തുകാരനാണ് ലോകത്ത് ഇന്നുള്ളത്. അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ ഇത് മാത്രമല്ല, ലോകത്തിൽ എവിടെ തന്നെ ആണെങ്കിലും സാഹിത്യകാരൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ഭരണകൂടത്തിൻ്റെ അപ്പൻഡേജ് ആയിട്ട്, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് അതും പറയാമല്ലോ. ഞാൻ നേരത്തെ പണ്ട് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് പോലെ EMS പറയുമായിരുന്നു, ഞാൻ പറഞ്ഞതല്ല ഗോർക്കി പറഞ്ഞതാണ്, അപ്പോൾ രാജീവനൊന്നും എതിർക്കില്ല എന്നുകൊണ്ട് EMS പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതല്ല, ഡെറിഡ പറഞ്ഞതാണ്. കാരണം എഴുത്താണെങ്കിലും തത്വചിന്തയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എപ്പോഴും മതവുമായും ഭരണകൂടവുമായി ചേർന്ന് മാത്രമാണ് നിൽക്കുന്നത്. ഭരണകൂടവുമായി ചേർന്ന് നിൽക്കാത്തൊരു എഴുത്ത് സത്യത്തിൽ ഇല്ല. അത് നമ്മുടെ ഒരു ഭാവനയാണ്. നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചില മൊമെന്റിൽ ഉണ്ടാവുന്ന ആ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണല്ലോ എഴുത്തെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് കാന്റ് നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഈ മനുഷ്യന്റെ പക്വത എന്ന് പറയുന്നത് ഹെഗൽ പറഞ്ഞതുപോലെ യൂണിവേഴ്സൽ റീസണുമായി ബന്ധപ്പെട്ട് സമവായപ്പെട്ടിരിക്കുന്ന എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ അതുമായിട്ട് സമരസപ്പെടുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ സ്വതന്ത്ര ചിന്ത ഉണ്ടാവുന്നുള്ളൂ. അല്ലാത്തൊന്നും യഥാർത്ഥത്തിൽ സ്വതന്ത്ര ചിന്ത, അത് കേരളത്തിലെ ചർച്ച മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ മറുവിഭാഗം എന്താ പറയുക? നിങ്ങൾ മനോരമയുടെയും മാതൃഭൂമിയുടെയും അടിമയാണ്, നിങ്ങൾ മുതലാളിത്ത പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമയാണ്, നിങ്ങൾ ഫാസിസത്തിൻ്റെ അടിമയാണ്, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ബൈനറിയിലല്ലാതെ ഒരു സ്വതന്ത്ര എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ചോദ്യം അത് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നില്ല. ഞാൻ എന്തുമാത്രം സ്വതന്ത്രനാണ്? ഞാൻ സ്വതന്ത്രനാണോ? ഞാൻ യൂണിവേഴ്സിറ്റി അധ്യാപകനല്ലേ. യൂണിവേഴ്സിറ്റി അധ്യാപകനായ ഞാൻ എങ്ങനെയാണ് സ്വതന്ത്രനാവുന്നത്? ഞാൻ ആർക്കും സ്വതന്ത്രം. നമ്മൾ സ്വതന്ത്ര ചിന്തയെന്ന് അമൂർത്തമായി പറയുന്നത് മനുഷ്യൻ, ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ജ്ഞാനോദയ ചിന്തയത്തിൽ ഡെയർ ടു നോ എന്നുള്ള സുപേറെ ഔദേ അതോ എന്ന് പറയുന്ന ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രസക്തമാവുന്നത്. അല്ലാതെ അതിൻ്റെ ഏറ്റവും വലിയ മൈക്രോകോസ്റ്റിലേക്ക് വന്ന ഒരു വ്യക്തിയെ എടുത്തു വെച്ച് എഴുത്തുകാരൻ എന്ന് പറയുന്ന ഈ വ്യക്തി സ്വതന്ത്രനാണോ എന്ന് ചോദിച്ചാൽ യാതൊരു കാരണവശാലും ആ വ്യക്തി സ്വതന്ത്രനല്ല. അത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒരു വ്യക്തിയും അനുഭവിക്കുന്നില്ല. നമ്മൾ സ്വയം വിധേയപ്പെട്ടിരിക്കുന്ന ചില പ്രത്യയശാസ്ത്രങ്ങളോട് പ്രതികരിച്ചുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. നമ്മളിപ്പോൾ ഭരണകൂടത്തെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതും മറ്റൊരു ഭരണകൂടത്തിൻ്റെ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, മറ്റൊരു അധികാര രൂപത്തെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അങ്ങനെ അല്ലാത്ത ഒരു ചിന്തയെക്കുറിച്ച് നമുക്ക് അമൂർത്തമായി പോലും സങ്കല്പിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ദാർശനികമായി ഇതിനെ കാണുന്നത്. അതായത് യൂണിവേഴ്സൽ റീസൺ എന്ന് ഹെഗൽ പറഞ്ഞതും സമുദായത്തിൻ്റെ വിശാല താല്പര്യങ്ങളെന്ന് മാർക്സ് പറഞ്ഞതും മച്യൂരിറ്റി, മനുഷ്യൻ്റെ ഇമ്മച്യൂരിറ്റിയിൽ നിന്നുള്ള പുറത്തേക്ക് പോക്കാണ് ഈ ജ്ഞാനോദയമെന്ന് കാന്റ് പറഞ്ഞതും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ചിന്ത എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രമായിട്ടോ എഴുത്തുകാർക്ക് മാത്രമായിട്ടോ കലാകാരന്മാർക്ക് മാത്രമായിട്ടോ രാഷ്ട്രീയക്കാർക്ക് മാത്രമായിട്ടോ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അത് ഒരു സമൂഹം നീങ്ങുന്ന ഒരു ഗാലക്സി പോലെ ഒരു സമൂഹം അതിലെ മുഴുവൻ സമൂഹത്തെയും വഹിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണ്. അത്തരത്തിലൊരു സാമൂഹിക പ്രക്രിയയ്ക്കാണ് ഈ നമ്മൾ നവോത്ഥാനം എന്ന് പിൽക്കാലത്ത് പേരിട്ടത്. കാരണം പല തലങ്ങളിൽ നിന്നായി ഈ മനുഷ്യനെ സ്വതന്ത്രനാക്കുക എന്നുള്ള, വിമോചിപ്പിക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് പലരും നടന്നു നീങ്ങിയ ഒരു ചരിത്രം അത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ 30കളിലും ഉണ്ടാകേണ്ടത്. അതിൽ നിന്ന് 30കളിൽ നമ്മൾ പിന്മാറുകയും ആ പിന്മാറിയതിന് ശേഷമുണ്ടായ വിഘടിച്ച ശിഥിലീകരിച്ച നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ അത്തരത്തിലൊരു സ്വതന്ത്ര ചിന്തകനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വതന്ത്ര ചിന്തയോ യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അത് ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത ആ അർത്ഥത്തിൽ ഒരു മൈക്രോകോസം എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വലിസ്റ്റിക് എന്നുള്ള അർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അപ്പോഴും ഈ ജനാധിപത്യം ത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ, ഭാവി സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ യൂട്ടോപ്പിയകളിൽ തീർച്ചയായിട്ടും കടന്നു വരേണ്ട ഒരാശയമാണ് ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. അതിനെ അന്യം നിൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മലയാളികൾ എന്നുള്ള രീതിയിൽ മറ്റ് പല ജനതകളെയും പോലെ നമ്മുടെയും കടമ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവസാനിപ്പിക്കുകയാണ്. ധാരാളം ആലോചിക്കാനുള്ള സ്പേസുകൾ തന്നിട്ടുണ്ട് ഒരുപക്ഷെ എനിക്കെങ്കിലും. അതുകൊണ്ട് ഈ സംഭാഷണം വർത്തിയായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾക്കെങ്ങനെ എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഇൻട്രാക്ഷനൊക്കെ സമയം അനുവദിക്കാനുള്ള സാധ്യതകൾ കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംവദിച്ചു എന്ന് ധരിച്ച് മാപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
ഈ സംഭാഷണ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കണമെന്ന് വളരെ കർക്കശമായി ആവശ്യപ്പെടുന്ന സദസ്സിൽ നിന്ന് നേരിട്ട് ഞാൻ സംസാരിക്കാതെ ഒരു പക്ഷേ ജ്ഞാനം വേണം, പിന്നെ ധൈര്യം വേണം. കുട്ടികൾക്ക് ആർക്കും ധൈര്യമില്ല. നട്ടലിനുള്ള ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ സ്വതന്ത്രമായി ജീവിക്കാൻ സ്വതന്ത്ര ചിന്താഗതി ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ആർക്കും ഉണ്ടാവില്ല. വരെ നമ്മൾ പേടിക്കും. സാഹിത്യകാരന്മാർക്കുമില്ല. അവാർഡ് വാങ്ങിക്കുന്നുള്ള ചിന്താഗതിയാണ് രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും. മുന്നോട്ട് വേണം. അപ്പം മറ്റുള്ള ജീവ സ്നേഹവും പിന്നെ സ്വതന്ത്ര ചിന്ത ഉണ്ടാവണമെങ്കിൽ ധൈര്യം, മസ്തകജ്ഞാനം വേണം. പുസ്തകജ്ഞാനം മാത്രം പോരാ. നന്ദി, നമസ്കാരം. ക്ഷമിക്കണം, 5:50 അടുത്ത സെഷൻ തുടങ്ങേണ്ടതായിരുന്നു. വളരെ വൈകിട്ടാണുള്ളത്. ഈ സെഷനിൽ നന്ദി പറയാൻ വേണ്ടി നിഹാലിനെ ക്ഷണിക്കുന്നു. ഈ ഒരു സെഷനിൽ നമ്മോട് സ്വതന്ത്ര ചിന്ത കേരളത്തിൽ അന്യമോ എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ച ശ്രീ ടി ശ്രീകുമാർ സാറിനും അതേപോലെ ഈ സെഷൻ കൈകാര്യം ചെയ്ത ശ്രീ CK ജോർജ് സാറിനും കടത്തനാട് ലിറ്ററേച്ചർ ഫസ്റ്റ് കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു.